റേഞ്ച് കട്ടായി പോകുന്ന ഒരവസ്ഥയെല്ലാം നമുക്ക് പ്രതികൂലമാണ്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എന്നെ അറിയാം. എൻ്റെ പേജ് ലൈക്ക് ചെയ്യുന്നവര്, ഷെയർ ചെയ്യുന്നവര്, ഫോളോ ചെയ്യുന്നവര് ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയാണ് എന്നെ ഇത്രയും നാൾ, ഈ 24 വയസ്സ് വരെ ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. ഇന്ന് ഞാനിവിടെ വന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് 2 ദിവസം മുമ്പ് സുഭാഷ് മണിയൻ എന്ന് പറയുന്ന ഒരു ബ്രദർ ഒരു വീഡിയോ ഇട്ടു. ഇതിനകത്ത് ഡിവോഴ്സ് ആയ സ്ത്രീ എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആലോചിച്ചു, ഇദ്ദേഹം എന്തിനാണ് ഇടുന്നത്? അതൊരു റെക്കോർഡാണ്. ഞാൻ സംസാരിക്കുന്നതാണ്, ക്ലബ് ഹൗസിൽ സംസാരിക്കുന്നതാണ്. അപ്പം നമ്മൾ പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലബ് ഹൗസിലുള്ളവർ കേൾക്കാൻ മാത്രം നമ്മൾ പറയുന്ന സ്ത്രീ സമൂഹം നേരിടുന്ന ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സ്ത്രീയെ ബഹുമാനിക്കേണ്ട ഒരു പുരുഷൻ അത് യൂട്യൂബിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ഡിവോഴ്സ് ആയ സ്ത്രീ. എന്നിട്ട് ആ സംഭാഷണവും കൂടെ. അപ്പം അതെന്റെ പേഴ്സണൽ കാര്യമാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം ഈ ജനങ്ങൾ, ഈ സമൂഹം, നമ്മുടെ സ്വന്തം ബന്ധം, രക്തം, ഇവരൊക്കെ തന്നെ ഒരു സ്ത്രീക്ക് നേരെ കല്ലെറിയുമ്പോൾ പുറത്തു നിന്ന് നോക്കുന്ന ഒരാള് എറിഞ്ഞതിനകത്ത് യാതൊരു പ്രശ്നമില്ല. ഡിവോഴ്സ് ആയ സ്ത്രീ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യപ്പെടേണ്ട ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് തന്നെ കാണുന്നത്. കാരണം ഒരു മരണം എന്ന് പറയുന്ന ഒരു വലിയ ഒരു അഗാധമായ കാര്യത്തിനകത്തു നിന്നും ഏറ്റവും സന്തോഷമായ ഒരു കാര്യമാണ് ഒരു സ്ത്രീ തനിക്ക് കിട്ടിയ കുഞ്ഞുമായിട്ട് സന്തോഷമായിട്ട് സമൂഹത്തിനകത്ത് ജീവിക്കുന്നത്. എൻ്റെ ലൈഫിനകത്ത് 2019 മെയ് 12 ഞാൻ വിവാഹം കഴിക്കുന്നത്. ഞാനിപ്പം എണീറ്റ് ശരിയാക്കില്ല. ഞാനിപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ. എന്നെ അറിയാം, ഗൈഡ് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ 2019 ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ പൊതു സമൂഹത്തിനകത്ത് എന്റെ വീഡിയോ ഡിവോഴ്സ് ആയ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ. ഞാനിപ്പം എന്റെ കഥയൊന്നും പറയാമെന്ന് കരുതി. അപ്പൊ പിന്നെ ആർക്കും പ്രശ്നമില്ലല്ലോ, ആർക്കും. ഫസ്റ്റ് ഓഫ് ഓൾ 4.5 വയസ്സുള്ള ഒരു മോന്റെ അമ്മയാണ് ഞാൻ. അതിനകത്ത് ഞാൻ ആത്മാഭിമാനത്തോടെ ഞാൻ പറയും. കാരണം നല്ല ബുദ്ധിയുള്ള, കഴിവുള്ള ഒരു സുന്ദര മോനെയാണ് ദൈവം എനിക്ക് തന്നത്. അവൻ ഈ ലോകത്ത് കൂട്ടാളിയായി എൻ്റെ കൂടെ ഉള്ള കാലത്തോളം ഞാൻ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഞാൻ ഒറ്റപ്പെടത്തില്ല. കാരണം അവനെ പ്രസവിച്ച ഒരു അമ്മയാണ് ഞാൻ, എൻ്റെ കുഞ്ഞ് ഞാൻ. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നു, ഈ സഹോദരങ്ങളെ, ഒരു പുരുഷന് അല്ലെങ്കിൽ ഒരു അച്ഛന്, ഞാൻ അച്ഛന്റെ സ്ഥാനങ്ങൾ നിഷേധിക്കുകയല്ല, ഒരു അച്ഛനെ കുറിച്ച് ഞാൻ നിഷേധിച്ചു കളയുകയല്ല. ഒരു പുരുഷൻ ഒരു കുഞ്ഞിനെ ഉത്ഭവിപ്പിക്കുമ്പോൾ പ്രോസസ് മാത്രം അവിടെ കഴിഞ്ഞു. ബട്ട് ഒരു ജീവൻ നിലനിൽക്കുന്നത് ഒരു അമ്മയിലാണ്, ഒരു സ്ത്രീയിലാണ്. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നതിന് പിന്നിൽ പല കാര്യങ്ങളുണ്ട്. ഒരു മാരീഡ് ലൈഫിനകത്ത് പല പ്രശ്നങ്ങളും കാണും, ചില വഴക്കുകൾ കാണും, തല്ലുകൂടല് കാണും. എങ്കിലും സ്നേഹമുള്ളവരുണ്ട്. ഇപ്പൊ 2 തല്ലൊക്കെ കിട്ടിയിട്ടും എടി മോളെ, അല്ലെങ്കിൽ എടാ ചെറുക്ക എന്നൊക്കെ പറഞ്ഞ് സ്നേഹിച്ചു വരുന്ന ഫാമിലി ഉണ്ട്. ബട്ട് നമ്മളെ എന്താ പറയാ, മറ്റൊരാളുടെ മുന്നില് ഇതെന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ ഞാൻ കിട്ടിയ പെണ്ണാണ് എന്ന് പറയുകയും ഇന്നർ ഹൗസിനകത്ത്, വീടിനകത്ത്, പേഴ്സണൽ ലൈഫിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് പുറലോകം അറിയുന്നില്ല. ഇത് ഞാൻ ഇന്ന് പറയുമ്പോൾ ഇത് അറിയാൻ സമയമായിരിക്കുകയാണ്. ഇത്രയും നാളും ഉള്ളിൽ ഒതുക്കി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾക്കകത്ത് ഡിവോഴ്സ് ആയ സ്ത്രീ എന്ന് പറഞ്ഞെഴുതുമ്പോൾ ഡിവോഴ്സ് ആയ സ്ത്രീക്ക് എന്താ കൊമ്പുണ്ട്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊരു ബെസ്റ്റ് കാര്യം തന്നെയാണ്. കാരണം ഒരു മരണത്തെക്കാളും ആജീവാനന്ദം, ഒരു ടോർച്ചറിങ്, മെന്റൽ ആൻഡ് ഫിസിക്കൽ ടോർച്ചറിങ്ങിൽ നിന്നും ഒരു സ്ത്രീ രക്ഷപ്പെട്ടു വരുന്നത്
അല്ലെങ്കിൽ അവൾ ആ കുരുക്കിൽ നിന്ന് ജീവനോടെ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഇത് പറയുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാവുമായിരിക്കും അല്ലെ? എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഈ ആഞ്ഞടിക്കുന്ന കാര്യങ്ങൾക്കകത്ത് ഞാൻ പ്രതികരിക്കാറുണ്ട്. അപ്പം പലരും ചോദിക്കും, നീ എന്തിനെങ്ങനെ പറയുന്നേ? പലരും കമന്റ് മെസ്സഞ്ചറിൽ വന്ന് എന്നോട് ചോദിക്കും, നീ പ്രതികരിക്കാതിരി, നീ മിണ്ടാതിരി എന്ന് പറയും. ഞാൻ ചോദിക്കും, സഹോദര, ഒരു സ്ത്രീയുടെ വേദന എനിക്കറിയാം. ഞാനൊരു അമ്മയാണ്. എപ്പോഴും ഞാൻ പറയും, ഞാനൊരു അമ്മയാണ്. ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത് എന്റെ ഹസ്ബൻഡ്, ഞാൻ എന്റെ ലൈഫ് പറയാൻ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ അധിക്ഷേപിക്കാനോ ഒന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇന്ന് എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമായിരിക്കുകയാണ്. നോ, ഒരു ടെമ്പററി ആയിട്ട് മാത്രം. ആരാണ് പിടിച്ചു വെച്ചേക്കുന്നതെന്ന് അറിയാമോ? എന്റെ സ്വന്തം അമ്മയും എന്റെ സഹോദരി. എന്റെ സഹോദരി കാനറ ബാങ്കിൽ മാനേജറൊക്കെയാ. പക്ഷെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടൊന്നുമില്ല, കല്യാണം കഴിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നലെ രാത്രിയിലൊക്കെ ഒരുപാട് കരഞ്ഞു, ഒരുപാട് തകർന്നു. കാരണം ഞാനൊരു ഡിവോഴ്സ് ആവുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്നെ വിട്ടു പോകുമ്പോഴും എനിക്ക് കിട്ടിയ എന്റെ കുഞ്ഞുമായിട്ട് ജോർജ് കേസി, താങ്ക് യു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ. നിങ്ങളുടെ ഈ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി തോളി തട്ടിയിട്ട് സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ വന്ന് ലൈവ് എടുക്കത്തില്ലായിരുന്നു. നാളുകളായിട്ട് പീഡനക്കഥ പറയാനൊന്നും അല്ല വരുന്നത്. പക്ഷെ എന്ത് പീഡനം സഹിക്കാം സഹോദരങ്ങളെ? ഒരു പെൺകുട്ടിയുടെ ഇമോഷണൽ ഫീലിങ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര നാള് നമ്മൾ തരണം ചെയ്യണം? ഒരുപാട് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഒരു മാരീഡ് ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നത് അല്ലേ? നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചാണ് കടന്നു ചെല്ലുന്നത്. അവരുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അത് ലവ് മാരേജ് ആയാലും അല്ലാത്ത അറേഞ്ച് മാരേജ് ആയാലും എങ്ങനെയായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ ലൈഫ് നല്ല രീതിയിൽ പോകണമെന്നാ. പക്ഷെ ചില പ്രശ്നങ്ങള് ചിലവരുടെ കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ ഈ ഡ്രാമ കളിച്ച് കെട്ടുന്നവരുണ്ട് ഒരുപാട് സ്ത്രീകൾ എനിക്കറിയാം. എന്റെ കൂടെയുള്ള എന്റെ കൂട്ട സഹോദരികളുടെ ലൈഫിനകത്ത് ഒക്കെ എനിക്കറിയാം. ഞാൻ ഇന്ന് ഇവിടെ പറയുമ്പോൾ ഞാനൊരു അമ്മ എന്ന ഇമോഷണൽ ഫീലിങ്സിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 2019 എന്റെ കല്യാണം കഴിഞ്ഞു. അന്ന് കല്യാണം കഴിച്ചു, ലവ് മാരേജ് ആയിരുന്നു. ഈ ആദ്യ സ്നേഹം അവസാനമില്ലെന്ന് വചനം പറയുന്നത് പോലെ ഞാൻ കണ്ടത്, കയറി ചെന്ന ദിവസം തന്നെ ഞാൻ ഇട്ട മോതിരവും വളയും തിരിച്ചെടുത്തെറിഞ്ഞ ഒരു അമ്മായിയമ്മയും നാത്തൂനെയാണ്. ഞാൻ ഒരിക്കലും എന്റെ ലൈഫ് മറ്റൊരാളോട് പറയാനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലിട്ട് നാറ്റക്കോലാക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇത് പറയാൻ കാരണം, കേരളത്തിൽ ഒരു സ്ത്രീകൾ പോലും സ്വന്തം പ്രസവിച്ച കുഞ്ഞിനെ ഓർത്ത് കരയാൻ പാടില്ല. അതിനകത്ത് പ്രസവിച്ച സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾ പ്രസവിച്ചു. നമുക്ക് അമ്മമാരുണ്ട്, നമ്മുടെ സഹോദരിമാര് പ്രസവിച്ചിട്ടുണ്ട്. അവര് തന്നെ ഒരു പ്രസവിച്ച അമ്മയെ കുത്തി നോവിക്കുമ്പോൾ നിങ്ങൾ ഒന്നെന്നോട് പറയണം, ഒരു സ്ത്രീക്കും അത് കഴിയുമെങ്കിൽ എവിടെയാ മനുഷ്യ സ്നേഹം ഇരിക്കുന്നത്? എവിടെയാ മനുഷ്യന്റെ സ്നേഹം ഇരിക്കുന്നത്? ഒരുപാട് സ്വപ്നം കണ്ടിട്ടല്ല ഞാൻ മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികള് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ഒരു കുഞ്ഞിനെ ഉദരത്തിനകത്ത് വഹിച്ച് 10 മാസം വരെ കാത്തിരിക്കുന്നത്. ഒരു പുരുഷന്റെ കെയറിങ്ങിലല്ല 10 മാസം ആ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ പൊസിഷൻ ഒന്ന് തിരിഞ്ഞു പോയാൽ കുഞ്ഞിന്റെ ജീവൻ ആപത്ത് സംഭവിക്കും. കറക്റ്റ് അല്ലേ? അതുപോലും കെയർ ചെയ്ത് രാത്രി ഉറക്കവും കളഞ്ഞിട്ട് എന്താ പറയാ 24 മണിക്കൂർ ഛർദിൽ അനുഭവിച്ചിട്ട് അതിന്റെ കൂടെ ഈ ഹസ്ബൻഡിന്റെ ടോർച്ചറിങ്ങും കൂടെ അനുഭവിച്ചിട്ട് ഒക്കെയാണ് നമ്മൾ ചിലപ്പം ഈ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നത്. അവർക്ക് ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ കുഞ്ഞ് ജീവിതത്തിലോട്ട്, എന്റെ കുഞ്ഞ്, ആ ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ. ഇപ്പം എന്റെ ലൈഫിനകത്ത് കാരണം ഉണ്ട്. ഞാൻ ഒരു കുഞ്ഞിന്റെ അമ്മ മാത്രമല്ല, ഞാൻ 2 കുഞ്ഞിന്റെ അമ്മയായതാണ്. എനിക്ക് ദൈവം വേറൊരു കുഞ്ഞിനെയും കൂടെ തന്നതാ. പക്ഷേ എല്ലാരും അറിയണം, എല്ലാരും കൂടെ ചേർന്ന്, സ്വന്തം സഹോദരി, അമ്മ, ഭർത്താവ്, ഇവരെല്ലാം കൂടെ ചേർന്ന് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. ഇതൊക്കെ പറയുമ്പം നാട്ടുകാരും പറയും ഉണ്ടാക്കി പറയാം.
ഇതെല്ലാം ഞാൻ എവിഡൻസ് കൂടെ പ്രൂവ് ചെയ്യും. എനിക്കിത് പറയാൻ ലജ്ജയില്ല സഹോദരങ്ങളെ. ഞാൻ ഇത് ഈ ആത്മാഭിമാനത്തോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എന്നെ പോലെ അനുഭവിക്കുന്ന 100 കൂട്ടം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പം കാണുന്നവർക്ക് തോന്നും ഞാൻ വെറും തലയ്ക്ക് എന്തോ പ്രശ്നമായിട്ടാ പറയുന്നത്. പക്ഷെ അല്ല, വീടിന്റെ ഇന്നർ അകത്തളങ്ങളിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇനി ഈ പുറലോകത്ത് വിടാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. 3 വയസ്സ് 4 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. കാരണം ഈ അനുഭവങ്ങളാണ് എന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി ആക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേരിട്ടത്. ചുമ്മാ അതൊന്നും ആർക്ക് ഇവാഞ്ചലിസ്റ്റ് ആവാൻ കഴിയത്തില്ല. ശക്തമായി ധീരതയോടെ പ്രശ്നങ്ങൾക്ക് അകത്ത് നിൽക്കാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ഇവാഞ്ചലിസ്റ്റ് ആവാൻ കഴിയത്തുള്ളൂ. എന്റെ ലൈഫിനകത്ത് 4 വയസ്സ് 5 വയസ്സായ സമയത്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, ഐ ആം അബ്യൂസ്ഡ് ഫ്രം മൈ ബ്രദർ. ഇത് കേൾക്കണം. ഇന്ന് എന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്റെ ഹസ്ബൻഡിനോടൊപ്പം നിൽക്കുന്ന ചില വ്യക്തികളുടെ സഹോദരൻ, പേര് പറയാൻ എനിക്ക് ഇച്ചിരി മടിയുണ്ട്. പേര് ഞാൻ പറയത്തില്ല. അത് ഇനി ലീഗലി ഉള്ള നീക്കങ്ങൾ. എന്റെ അമ്മയാണ് ഇതിനകത്ത് മുഴുവൻ നീക്കങ്ങളും ചെയ്തിരിക്കുന്നത്. സോ ഒരു 4 വയസ്സുള്ള പെൺകുഞ്ഞിന്റെ ജീവിതത്തിനകത്ത് ഒരു അമ്മയാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. സത്യമല്ലേ? നിങ്ങൾക്ക് റിപ്ലൈ തരാം കേട്ടോ. ഞാൻ റിപ്ലൈ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കമന്റ്സ് നോക്കുന്നുണ്ട്. ഒരു അമ്മയാണ് ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ആ 4 വയസ്സുള്ള എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വെർ ഈസ് മൈ മദർ ഇൻ ദാറ്റ് ടൈം? ആ ടൈമിൽ എന്റെ അമ്മ എവിടെ പോയിരിക്കും? എന്റെ അടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ അപ്പുറത്ത് മുറിയിലുണ്ടായിരുന്നു. ബട്ട് എന്റെ അമ്മ അറിഞ്ഞില്ല. അത്രയും കെയർലെസ് ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയണമെങ്കിൽ, ഞാൻ അത്രയും തകർന്നൊരു വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിനകത്ത്. ഇന്ന് എൻ്റെ കുഞ്ഞ് നഷ്ടമായിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കരയാൻ അറിയാഞ്ഞിട്ടല്ല, ഇന്നലെ ആവശ്യത്തോളം ഞാൻ കരഞ്ഞു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് ഒരു വിവാഹ ബന്ധം വേണ്ട എങ്കിൽ അത് പൂർണ്ണമായി കളഞ്ഞേരെ. എന്തിനതിനെ പിടിച്ചുകൊണ്ട് വെക്കുന്നു? ഒരു സ്ത്രീ ഒരു പുരുഷനെ തള്ളിക്കളയണമെങ്കിൽ വ്യക്തമായി അവൾക്ക് ശാരീരികമായ ഒരു ടോർച്ചറിങ് ഉണ്ടായത് കൊണ്ട് മാത്രമായിരിക്കും. ഭർത്താവ് എന്ന് പറയുന്നത് കീഴ്പ്പെടുത്തുന്നവനല്ല. പെണ്ണിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുന്നവനല്ല ഭർത്താവ്. ഞാൻ 5 വർഷം അനുഭവിച്ചു. എന്റെ അമ്മയ്ക്കറിയാം, എല്ലാവർക്കും അറിയാം. കരഞ്ഞു പറഞ്ഞു, ആരും കേട്ടില്ല. എന്റെ താലിമാല പണയം വെച്ചിട്ടാണ് ഞാൻ ഡിവോഴ്സിന് കേസ് കൊണ്ടുപോയത്. ഇന്ന് വക്കീൽ പറഞ്ഞു, മോളെ ഞാൻ എല്ലാം റെഡിയാക്കി തരാം, എല്ലാ കാര്യങ്ങളും ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഈ പഞ്ചാര അടിക്കുന്ന വക്കീലുണ്ടല്ലോ, സമൂഹം അറിയണം. ഒരു സ്ത്രീ നേരിടുന്നത് ഇനിയെങ്കിലും സമൂഹം അറിയണം. പഞ്ചാര അടിക്കുന്ന ഒരു വക്കീലിനെയാണ് എനിക്ക് കിട്ടിയത്. പഞ്ചാര അടിക്കാൻ വന്നു, ഞാൻ നോ എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അദ്ദേഹം കളം മാറി പിടിക്കുക. ഇപ്പൊ അദ്ദേഹത്തിന്റെ കക്ഷി ഞാനല്ല, എതിർകക്ഷി ഇപ്പൊ അദ്ദേഹത്തിന്റെ കക്ഷിയാണ്. അദ്ദേഹം ഞാൻ അറിയാതെ എന്റെ ഹസ്ബൻഡിനോട് പറയുകയാണ്, കൊച്ചിനെ എടുത്തോണ്ട് വെക്കും. ഈ ബലം ആര് കൊടുക്കുന്നു? പെറ്റ വയറിനല്ലാതെ, പെറ്റ അമ്മയ്ക്കല്ലാതെ സ്വന്തം കുഞ്ഞിനെ ആർക്ക് സ്നേഹിക്കാൻ കഴിയും? നിങ്ങൾ എന്നോട് പറയണം. ഇപ്പോൾ എനിക്ക് റിപ്ലൈ തരണം. ഇപ്പം എന്നെ അന്വേഷിക്കുക ഞാൻ എവിടെയെന്ന്. ഇന്നലെ ഞാൻ കരഞ്ഞു. എന്റെ അമ്മയുടെ മുന്നിലിരുന്ന് ഞാൻ കരഞ്ഞു, തളർന്നു വീണു. ഒരു തുള്ളി വെള്ളം പോലും തരാതെ അവര് മാറിപ്പോയി. ഇപ്പോൾ എന്റെ അമ്മ അതിന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറയാണ്, റിയ ഇവിടെ വഴക്കാ. എന്റെ പേര് റിയ എന്നാണ്, എല്ലാവർക്കും അറിയാലോ. എന്നെ എല്ലാവർക്കും അറിയാം, ചൊള്ളി എന്നെ എല്ലാവർക്കും അറിയാം. ഞാൻ എപ്പോഴും ലൈനകത്തൊക്കെ വരുന്നതും പ്രതികരിക്കുന്ന ഒരാളാണ്. എന്റെ അമ്മ പറയാണ്, റിയ ഇവിടെ പ്രശ്നമാണ്. റിയ എന്തിനു പ്രശ്നം ഉണ്ടാക്കി? ഐ ആം ആസ്കിങ് മൈ ചൈൽഡ് ലൈനകത്ത് നിന്നും, കൊല്ലം ചൈൽഡ് ലൈനിനകത്ത് നിന്നും എന്റെ കുഞ്ഞിനെ എനിക്ക് നിയമിച്ചു തന്നതാണ്. ഒരൊറ്റ ദിവസം മാത്രം എന്റെ ഹസ്ബൻഡ് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ ഇടത്ത് ഞാൻ ഇപ്പോൾ പറയുന്നു, എന്നെ എന്റെ അമ്മയും എന്റെ സഹോദരിയും കൂടെ എന്റെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കി. ഒരു കാർ ഡ്രൈവർ ഉണ്ടായിരുന്നു വീടിനകത്ത്. ഞാൻ ഇവിടെ ഒരു ലാബിനകത്ത് ഞാൻ ഇരിക്കുമ്പോൾ, ഇപ്പൊ മനസ്സിലായിക്കാണ് ഞാൻ എവിടെ ഇരിക്കുന്നതെന്ന്. അറിഞ്ഞാലും എനിക്കൊന്നുമില്ല. സമൂഹം നിയമങ്ങളൊക്കെ മാറണ സഹോദരങ്ങളെ. ഒരു സ്ത്രീ അനുഭവിക്കുന്നതൊന്നും ചില്ലറ പീഡനങ്ങളൊന്നും അല്ല. ഇന്നിവിടെ വന്നിരുന്ന് ഞാൻ ഇത് സംസാരിക്കണമെങ്കിലേ 24 വയസ്സേ എനിക്കുള്ളൂ. പക്ഷെ ഞാൻ ഇത് പറയണമെങ്കിൽ അതികഠിനമായ അനുഭവങ്ങളുടെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയത് കൊണ്ടാണ് വ്യക്തമായി എനിക്കിത് പറയാൻ കഴിയുന്നത്.
ഇടയാവാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം കൂടെ നിൽക്കുന്ന സ്വന്തം സഹോദരി സഹോദരങ്ങൾ തന്നെ, ഞാൻ നേരത്തെ ഒരു സഹോദരന്റെ കാര്യം പറഞ്ഞു, ആ പേര് ഞാൻ ഇപ്പം വെളിപ്പെടുത്തിയാൽ ഇപ്പം എനിക്കെതിരെ കളിക്കുന്ന ചിലർ ഫോൺ പോലും മടക്കി വെച്ചു. സഹോദരനാണ് എന്നുള്ള റെസ്പെക്റ്റിൽ ഇന്ന് വരെ ഞാൻ മറച്ചു വെച്ചു. അത് എന്റെ അമ്മയ്ക്ക് അത് അറിയാം, പക്ഷെ അത് ഞാൻ പുറത്തു പറയരുത്. എന്റെ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ എവിടെയൊക്കെ എവിടെയൊക്കെ പോവാന്ന്. എന്നെ അറിയാവുന്നവർക്കറിയാം, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച പലരും ഇത് കാണുന്നുണ്ട്. പലരും എന്നോട് പറയും, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കൂ, സിസ്റ്ററെ എന്നോട് ഒന്ന് സംസാരിക്കുന്നു. ഞാൻ 24 മണിക്കൂറും അവൈലബിൾ ആവാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. എന്നെ ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കളയത്തില്ല. അവരുടെ വിഷയങ്ങൾ ഞാൻ കേൾക്കുകയും അവരെന്താണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും ഒക്കെ ഞാൻ ചെയ്യും. ഞാൻ അവർക്ക് സ്ട്രെങ്തൻ ചെയ്യും. എനിക്കൊരു സ്ത്രീയുടെ ഫീലിങ്സ് അറിയാം. ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഫീലിങ്സ് എന്തെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു അമ്മ അനുഭവിക്കുന്ന ഫീലിങ്സ്, ഒരു ഹസ്ബൻഡ് കൂടെ ഇല്ലാത്ത ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഫീലിങ്സ്. ചിലപ്പോൾ അവർക്ക് ഒരു സുഹൃത്തായിരിക്കും ആവശ്യം, ഒരു 5 മിനിറ്റ്സ് മതി, പോട്ടെ, ഒരു 20 മിനിറ്റ് മതി. ഒരു സ്ത്രീ ആയിരിക്കും അവർക്ക് ആവശ്യം, അല്ല ഒരു പുരുഷനെ ആയിരിക്കും അവർക്ക് ആവശ്യം. ചിലപ്പോൾ അത് ആരും ആയിക്കോട്ടെ, അത് അവരുടെ ഒരു പേഴ്സണൽ കാര്യം മാത്രമാണ്. അതിനകത്ത് ആർക്കും, കാരണം എന്റെ ഹൃദയത്തിൽ ഞാൻ എന്ത് ആഗ്രഹിക്കുന്നോ, എന്റെ ആഗ്രഹിക്കുന്നു എന്നുള്ളതൊക്കെ അവരവരുടെ പേഴ്സണൽ കാര്യം മാത്രമാണ്. ഒരു സ്ത്രീയെയും അധിക്ഷേപിക്കരുത്. ഒരു സ്ത്രീ ഒരു പുരുഷനെ ഡിപ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്നും ആരും ഡിപ്പെൻഡ് ആവത്തില്ല കേട്ടോ. വിശ്വാസം എന്നത് കണ്ടിട്ട് മാത്രമേ ഒരു സ്ത്രീ വീഴത്തുള്ളൂ. അല്ലെങ്കിൽ സ്നേഹം അല്ല, സ്നേഹം എപ്പം വേണേലും പോവാം, അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് ഒരു ഡ്രാമ കളി ആയിരിക്കാം. പക്ഷെ ഒരു വിശ്വാസം എന്ന് പറയുന്നതാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടേണ്ടത്. ആ വിശ്വാസത്തിന്റെ ഒരു പലക കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ബന്ധം മറ്റു പോവത്തില്ല. പിന്നെ ഒരു സ്ത്രീക്ക് ഒരു ടോർച്ചറിങ് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന്, ഹസ്ബൻഡിന്റെ ഭവനത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും, അത് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ഏത് തലത്തിലായിക്കോട്ടെ ഏത് രീതിയിൽ വന്നോട്ടെ, പിന്നെ ആ റിലേഷൻഷിപ്പ് അവിടെ തീരുകയാണ്. നമുക്ക് തോന്നത്തില്ല, അവന്റെ കൂടെ കിടക്കാൻ തോന്നത്തില്ല. പച്ചയ്ക്ക് ഞാൻ പറയാം, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന, നമ്മളെ കണ്ണിൻ മണി പോലെ നടത്തുന്ന ഒരു പുരുഷനെയാണ് ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അല്ലാതെ 24 hours നിനക്ക് മെന്റലാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നീ അവിടുന്ന് ഇച്ചിരി ഷോപ്പിംഗ് കൊണ്ടുവാ, നീ 5 സെന്റ് ഇങ്ങ് മേടിച്ചോണ്ട് വാ. ഹസ്ബൻഡുമാരൊക്കെ ഭാര്യമാരെ കെട്ടുമ്പോഴേ ഈ സ്വർണ്ണമൊക്കെ കൊണ്ട് വിൽക്കുമ്പോഴേ ഈ സ്വർണത്തിന്റെ വിലയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. സ്വർണത്തിന്റെ വിലയല്ല, ഇത് ഇട്ട ബാക്കിൽ ഒരു അധ്വാനം ഉണ്ടല്ലോ. ഇത് ഈ ഭർത്താവിന്റെ വീട്ടിൽ നല്ല കിട്ടുന്നത്. ഇത് കിട്ടുന്നത് എവിടുന്ന? ഈ പെൺകുട്ടിയുടെ വീട്ടിനകത്തുനിന്ന. ഒരു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും അവളുടെ അച്ഛൻ അത് എനിക്ക് ഒരുപാട് പെയിനാണ്. ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു തീവ്രതയിൽ പറഞ്ഞു, നല്ല സന്തോഷത്തോടെ പറഞ്ഞല്ല കേട്ടോ. എന്റെ ലൈഫിനകത്ത് ഒരുപാട് ഞാൻ വേദനിച്ചത് എന്റെ ഹസ്ബൻഡിൽ നിന്നും എന്റെ സ്വന്തം മാതാവിൽ നിന്നാണ്. അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള പീഡനമൊന്നുമില്ല, അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള പണികളേ ഉള്ളൂ. അതുകൊണ്ട് രംഗത്തോട്ട് ഞാൻ കൊണ്ടുവരുന്നില്ല തൽക്കാലം. പക്ഷെ എന്റെ 3 മോതിരം കട്ടെടുത്തൊരു കഥയുണ്ട്. അതൊക്കെ ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആയി നിൽക്കുമ്പോഴും ഇന്ന് വരെ ഞാൻ എന്റെ കാര്യങ്ങൾ ആരും അറിയരുത്. ബട്ട് എനിക്കൊരു ഫ്രീഡം ഉണ്ട്. എനിക്കൊരാളോട് സംസാരിക്കാൻ, അത് ബോയ് ആയിക്കോട്ടെ, ചിലപ്പം ഒരു ഹിജട ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വേശ്യസ്ത്രീ ആയിക്കോട്ടെ, വേശ്യ ആയിക്കോട്ടെ, എന്താ വേശ്യയുടെ കൂടി ഇരിക്കണം. സമൂഹമേ മനസ്സിലാക്കുക, ഒരാളെ നീ വേശ്യെന്നോ അല്ലെങ്കിൽ ഒരു പോക്കേസ് എന്നൊക്കെ നിങ്ങൾ വിളിക്കാറുണ്ടല്ലോ. നീ ആരാണെന്ന് നീ ആദ്യം ചിന്തിക്ക്. നിന്റെ വീടിനകത്ത് ആരാണ്, അല്ലെങ്കിൽ നിന്റെ ബലഹീനത എന്തെന്ന് നമ്മൾ ചിന്തിക്കണം. ഒരിക്കലും ഒരാളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. എന്റെ ലൈഫിൽ ഞാൻ ആരെയും പറഞ്ഞിട്ടില്ല കേട്ടോ.
കാര്യം ഞാനത് പ്രൗഡോടെ ഞാൻ സംസാരിക്കും. കാരണം ഞാനത് പറയാറില്ല. കാരണം എനിക്കറിയാം ഞാൻ കുറവുള്ളവളാണ്, ബലഹീനത ഉള്ളവളാണ്. കാരണം ഞാനൊരു സ്ത്രീയാണ്. പുരുഷനായാലും ബലഹീനതകൾ ഉണ്ടാവും. നമ്മുടെ ലൈഫിനകത്ത് ഞാൻ സ്ട്രോങ് ആണ് കേട്ടോ. എന്റെ കുഞ്ഞിനെ ഇപ്പൊ പിടിച്ചു വച്ചിരിക്കുന്ന ചില വമ്പൻ ശക്തികളുണ്ട്, ചില വമ്പൻ സ്രാവുകളുണ്ട്. ഒരു പറയുന്നത് ഞാൻ വീട്ടിനകത്ത് പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഇതുകൊണ്ടാണെന്നൊക്കെ. ഈ പ്രശ്നം വരുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു സ്ത്രീക്ക് നേരെ അവളുടെ സ്വാതന്ത്ര്യത്തെ, അവളുടെ ഇമോഷണൽ ഫീലിങ്സിനെ, അവളെ ചട്ടക്കൂട്ടിനകത്തേക്ക് ഒതുക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ഞാൻ ഓപ്പൺ ഹാർട്ടഡ് ആണ്. ഞാൻ പഠിക്കുന്ന സമയം തൊട്ടേ ഞാൻ എല്ലാവരോടും സംസാരിക്കും. എന്റെ സാറുമാർക്ക് ഞാൻ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ഞാൻ എല്ലാവരുടെയും കൂടെ ഇരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, കൂട്ടുകാരൊക്കെ പറയും നീ എവിടെ ഇരി എന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് എന്റെ ജോക്ക് കേൾക്കണം. ആ ഒരു ക്യാരക്ടറാണ് ഞാൻ പറയുന്നത്. എന്റെ ഫ്രണ്ട്സ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്റെ ലൈഫിനകത്ത്. എന്റെ വീട്ടുകാർക്ക് പോലും എന്നെ അറിയത്തില്ല, അവർക്ക് എന്റെ ക്യാരക്ടർ അറിയത്തില്ല. ഈ രക്തബന്ധങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൂടെ നിൽക്കുന്ന രക്തബന്ധങ്ങൾ നമുക്ക് വേണം. അത് ചിലപ്പോൾ മറ്റൊരാളിലൂടെ ആയിരിക്കാം നമുക്കത് കിട്ടുന്നത്, മറ്റൊരാളിലൂടെ ആയിരിക്കാം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യനിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഔട്ട്സൈഡിൽ നിന്നായിരിക്കാം കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഔട്ട്സൈഡ് ആയിട്ട് കണക്റ്റഡ് ആവും. ഇപ്പൊ നമ്മളെ ഹസ്ബൻഡ് ആയിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ചുമ്മാതെ വരത്തില്ല. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ കാര്യം കാണും, എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ഇഷ്യൂസ് അവരുടെ ലൈഫിനകത്ത് കാണും. ഞാൻ ടോട്ടലി മെന്റലി ശാരീരികമായിട്ട് ഞാൻ ഭയങ്കര ടോർച്ചറിങ്ങിൽ കടന്നുപോയ ഒരു വ്യക്തിയാണ്. അത് ഞാൻ 100% ഞാൻ പറയും. കാരണം എന്റെ ഫ്രണ്ട്സ്, എന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രം ഞാൻ ആ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഞാൻ പങ്കുവെക്കാറുണ്ട്. അത് എന്റെ ഒരു ബ്രദറിനും അറിയാം, അത് എന്റെ അച്ഛന്റെ സഹോദരങ്ങൾക്കല്ല, എന്റെ അമ്മയുടെ ഒരു സഹോദരൻ ബ്രദറിന് ആ കാര്യങ്ങൾ അറിയാം. അന്ന് അദ്ദേഹം എന്നോട് ഫസ്റ്റിലെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നീ അവന്റെ കൂടെ പോവരുത്. ഞാൻ ഇത്രയും കേട്ടല്ലോ. കാരണം നീ ഒരു സ്ത്രീയാ, നിന്റെ ശരീരം നിന്റെ അവകാശമാണ്. അതെ, സ്ത്രീകൾ കേൾക്കണം. നമ്മുടെ ശരീരം നമ്മുടെ അവകാശമാണ്, നമ്മുടെ അധികാരമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മറ്റൊരാൾ കയറി, അത് ഭർത്താവട്ടെ, ആരാവട്ടെ, ആങ്ങളെ ആവട്ടെ, ചുമ്മാ ഒന്നും ആർക്കും കയറി കൈവെക്കാൻ ഒക്കത്തില്ല. എന്റെ ഒരു സഹോദരനുണ്ട്, ഒരു വക്കീലാണ്. കുറച്ചു ദിവസം മുമ്പ് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് എന്റെ നേരെ ഇങ്ങനെ വരുവാ. എന്തിന് ഞാൻ എന്തെങ്കിലും തരത്തിൽ ഞാൻ പ്രതികരിക്കാറുണ്ടെങ്കിൽ, പൊന്നു സഹോദരങ്ങളെ, ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ ഒരുപാട് വേദന അനുഭവിച്ച ഒരാളായതുകൊണ്ട് മറ്റൊരാളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ആയവരെയാണ് ആദരിക്കാറുള്ളത്. ഞാൻ പറയും, ഇരിക്കേ ചേച്ചി നമ്പർ ഇങ്ങോട്ട് താ, കാരണം എനിക്ക് കുറെ പറയാനുണ്ട്. ഞാൻ ചോദിക്കും, ചേച്ചി എങ്ങനെ അനുഭവിച്ചു, ചേച്ചി എന്താ. ഞാൻ ഫസ്റ്റിൽ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഡിവോഴ്സ് മൂവ് ചെയ്തില്ല? കാരണം നമ്മുടെ തലച്ചോറിനെ കൊന്നുകളയുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന ശാരീരിക പീഡനങ്ങൾക്കകത്തു നിന്നും നമ്മുടെ ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമ്മുടെ ലൈഫിനകത്ത് മാത്രമേ അറിയത്തുള്ളൂ. അത് മറ്റൊരാൾക്ക് കാണുമ്പോൾ അവർ നല്ല രീതിയിലാണല്ലോ, അവരുടെ ഫോട്ടോയൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ, സ്റ്റാറ്റസ് വരുന്നുണ്ടല്ലോ, വീഡിയോസ് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷേ കപട നാടകമാണ് 3/4 പേരും കളിക്കുന്നത്. പുറത്തൊന്ന് അകത്തൊന്ന്. ഇത് തന്നെയാണ് കാര്യം. എല്ലാ കുടുംബ ജീവിതത്തിനകത്തും പുറമേ നിന്ന് നോക്കുമ്പോൾ അവരെങ്ങനെയാണ്, ചില കണ്ണടിക്കുന്ന നാട്ടുകാരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്താ പറയാ, അകമേ ഭയങ്കര തട്ടുന്നു മുട്ടുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്നത്, നമ്മൾ എവിടെ നമുക്ക് നീതി കിട്ടുന്നു? ഒരു സ്ത്രീ എന്ന രീതിയിൽ നമുക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ഡിവോഴ്സ് കേസ് നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിവോഴ്സ് ആവുകയാണ്, അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നമ്മൾ മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പം നമ്മൾക്ക് എന്താ പറയുന്നത്, ഒരു ഫ്രീഡം ഉണ്ട്. കാരണം നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് വേണം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ അത്യാവശ്യമാണ്, ആവശ്യമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്ന കൂട്ടത്തിലല്ല. പക്ഷെ അത് ആ സ്ത്രീക്ക് തുണ നിൽക്കുന്ന ഒരാളായിരിക്കണം. അവളുടെ മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ഭർത്താവിനെയാണ് ഏതൊരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. ഒരു വേശ്യ പോലും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. കാരണം നീ ഒരു വേശ്യ ആയിക്കോട്ടെ, അവളൊരു അമ്മയാണ്. 10 മാസം ഈ വയറ്റിനകത്ത് നമ്മള് ചുമ്മാ ഒരു പ്രോസസ് അല്ല കേട്ടോ. ഈ ബോണ്ടിങ് അമ്മയും കുഞ്ഞും തമ്മിലാണ്. ഒരു പുരുഷൻ അത് അറിയത്തില്ല.
പുരുഷൻ അത് ഒരിക്കലും ഉൾക്കൊള്ളാനും കഴിയത്തില്ല. ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്ന ആ ഒരു സമയം വരെ, ആ ലേബർ റൂമിനകത്ത് കിടക്കുമ്പോഴും ആ അമ്മയാണ് കുഞ്ഞിനെ ഫസ്റ്റിലെ കാണുന്നത്. അല്ലാതെ ഒരു അച്ഛനോ ആ വെളിയിൽ നിന്ന് പ്രസവിച്ചോ എന്ന് നോക്കി നിൽക്കുന്ന ആൺകുഞ്ഞാണോ, മൂക്ക് വളഞ്ഞാണോ, അതോ ഇച്ചിരി വെള്ള പൂച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാർക്കല്ല. ആ ഒരു മൂവ്മെന്റ്, ആ ഒരു അമ്മ എന്നുള്ളൊരു മൂവ്മെന്റ്, ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ആ ഒരു ടൈം പീരീഡ് മരിക്കുന്ന സമയം വരെ മാറത്തില്ല, ഒരിക്കലും മാറത്തില്ല. അത് മറയത്തില്ല, ഒരിക്കലും അത് മറയത്തില്ല. ഇപ്പം നമ്മുടെ കുഞ്ഞിനെ ഇപ്പം എൻ്റെ അമ്മ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മൾ ആക്കിയിട്ട് പോവാം, നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം അവരൊരു പ്രൊട്ടക്ഷനിൽ ഇരിക്കുകയാണ്. നമ്മളിപ്പം ഫോൺ വിളിക്കുകയാണ്, അവൻ കഴിച്ചോ, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വന്നോ, ഓക്കെ, നമ്മൾ സന്തോഷമായി. പക്ഷേ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള കരങ്ങളിലാണ് നമ്മുടെ കുഞ്ഞെന്ന് നമുക്ക് മനസ്സിലായാൽ ഒരമ്മയ്ക്കും ഇരിക്കാൻ കഴിയത്തില്ല, 100% ഇരിക്കാൻ കഴിയത്തില്ല. അവര് ലാസ്റ്റ് വരെ പോരാടുന്ന സമയം വരെ പോരാടും. അങ്ങനെ പോരാടിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇപ്പൊ എല്ലാരും പറയും അവൾ അങ്ങനെയാണ്, അവൾക്ക് വേറെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. എന്താണ് ഈ സ്നേഹബന്ധം, എന്താണ് ഈ റിലേഷൻഷിപ്പ്? ഒരാളോട് നമുക്ക് ഫ്രീ ആയിട്ടും ഒരാളോട് നമുക്ക് അടുത്തിരുന്ന് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നമ്മുടെ ഹാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ? ഇതാണ് റിലേഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ട്സ് ആയി. ചിലപ്പോ എന്റെ വീട്ടിലിരിക്കുന്ന ഭർത്താവിന് അറിയത്തില്ല, അല്ലെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കാൻ സമയമില്ല. ചിലപ്പോ എന്റെ ബ്രദറിന് അറിയത്തില്ല, ചിലപ്പോ എന്റെ അമ്മയ്ക്ക് അറിയത്തില്ല, സഹോദരികൾക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ മനുഷ്യർ ഇങ്ങനെ സ്നേഹം തേടുന്ന ഹൃദയങ്ങളാണ്, അല്ലെ? എനിക്ക് കമന്റ് തരണം കേട്ടോ, ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ള കമന്റ്, എനിക്ക് റെസ്പോൺസ് ആണ് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്. നമ്മൾ മനുഷ്യരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഒന്ന്, നമ്മൾ തേടുന്ന ഒന്ന്, ലാസ്റ്റ് വരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെന്ന് പറയാൻ കഴിയുമോ? ഈ സ്നേഹവും എവിടെ ബ്രേക്ക് ആവുന്നോ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആയി. അതിന് നിയമത്തിന്റെ ഒന്നും കാര്യം വേണ്ട, നിയമം എഴുതി തന്നാലേ അത് മാറൂ എന്നല്ല. മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ആത്മാവിൽ നിന്നും ഒരു ബന്ധം കട്ടായെങ്കിൽ പിന്നെ ആ ബന്ധത്തിലോട്ട് തിരിഞ്ഞു നോക്കാൻ നമുക്ക് പറ്റത്തില്ല. 100% തിരിഞ്ഞു നോക്കാൻ കഴിയത്തില്ല. ഞാനിത് പറയുന്നത് ചിലർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ട്. ചിലപ്പം തോന്നുന്നു ഇതൊക്കെ എന്തിനാ ഈ പറയുന്നത്, എന്തിനാ ഇങ്ങനെ? അറിയണം, കേരളത്തിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്ത് നാളുകളായി വീടിനകത്ത് കരഞ്ഞു തളർന്ന ഒരു മുഖമായുണ്ട്. അല്ലെങ്കിൽ ആർക്കും അറിയത്തില്ല, എല്ലാരും നോക്കുമ്പോ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കുന്നു. പക്ഷേ ഒരു വയറ്റിൽ കിടന്ന ഒരു കുഞ്ഞിനെ കൊന്നൊരമ്മയും മറ്റുള്ളവരുടെ പഴിവാക്കുകൾ കേട്ടൊരു സ്ത്രീയും ഒക്കെയാണ് ഞാൻ. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഞാൻ ബലപ്പെട്ടു നിൽക്കുന്നത് ദൈവത്തിലാണ്. അത് ഞാൻ ഇടിച്ചു കളയത്തില്ല, എന്റെ മരണം വരെ. ഞാൻ പ്രൗഡോടെ പറയുന്ന ഒരു കാര്യം, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്. ചിലപ്പം ദൈവം പേര് മാറ്റും, സമയങ്ങൾ വരിക. പക്ഷെ ഞാൻ ഇന്നൊരു അമ്മയ്ക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത്. നിയമമായി അത് മാത്രമല്ല, വേറെ വിഷയമുണ്ട്. ഈ ഭരണാധികാരികളുണ്ടല്ലോ, നമ്മുടെ സ്റ്റേഷൻ, SI, CI ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ആരും പുച്ഛിക്കല്ല കേട്ടോ. ഈ സ്ത്രീ വന്നൊരു വിഷമം പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾ അമ്മയോ സഹോദരിയെ സ്നേഹിക്കണം. അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നവരെ അവരുടെ പ്രശ്നത്തെ അതിനെ പരിഹരിച്ചു കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് തോന്നും. അല്ലാത്ത വശം ഇതെന്ത് ചീള് കേസ്, പോടെ ഇങ്ങനെയൊക്കെ ഇവര് പറയുന്നേ. മനസ്സിലായോ? നമ്മുടെ സിസ്റ്റം മാറണമെന്നേ. സ്ത്രീകൾ ആത്മഹത്യ ചെയ്യണ്ടെങ്കിൽ, പീഡിപ്പിക്കപ്പെടണ്ട എന്നൊരു സ്ഥിതി വരണമെങ്കിൽ അവരുടെ ലൈഫിനെ പിടിച്ചു വെക്കാതെ അവരുടെ സ്വപ്നങ്ങളിലേക്ക് വിട്. ഒരു സ്ത്രീയുടെ സ്വപ്നം എന്താണോ അതിനെ തടയുന്ന ആരെയും ആ സ്ത്രീ നോക്കത്തില്ല. അവൾ ആ സ്വപ്നം എത്തിപ്പിടിക്കുന്നത് വരെ ഫൈറ്റ് ചെയ്യും. ദൈവം അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദൈവം ശക്തീകരിച്ചത് ഞാൻ പറയും ഒരു പുരുഷനേക്കാൾ സ്ത്രീയെയാണ്. കാരണം യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഒരു സ്ത്രീയാണ്, കന്യകയായ സ്ത്രീയാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഫസ്റ്റിലെ കണ്ടത് മഗ്ദലക്കാരി മറിയാണ്. ആ മഗ്ദലക്കാരി മറിയ ഫസ്റ്റിലെ എന്താ പറയാ, ഈ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒന്നും യേശു ഉയർത്തെഴുന്നേറ്റ് ഒരു നോക്ക് കാണണമെന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ വെളുപ്പിനെ
ഈ സ്ത്രീ ചെല്ലുക. കാരണം ആർക്കും ഇല്ലാത്തൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആർക്കും ഇല്ലാത്തൊരു ധൈര്യം, ആർക്കും ഇല്ലാത്തൊരു ചിന്ത ഈ സ്ത്രീക്ക് തോന്നുക. ഒരു പുരുഷന് തോന്നില്ല. യേശുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാർക്കും തോന്നാത്തത് ഒരു സ്ത്രീ ചെയ്തു. അതുകൊണ്ട് അവൾ എന്ത് കണ്ടു? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. പക്ഷെ അവർക്ക് അത് കാണാൻ കഴിഞ്ഞില്ല. കാരണം അവർ പൊരുതിയില്ല. മരിച്ചു കഴിഞ്ഞ കർത്താവിനെ തേടി അവർ ഇറങ്ങിയില്ല. അവർക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കായിരുന്നു, ഞാന് ഒന്ന് പോയി നോക്കിയാലോന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ മഗ്ദലക്കാരിയും മറിയയ്ക്ക് മുമ്പേ അവർ ഈ സ്ഥാനം ഏറ്റെടുത്തേനെ. പക്ഷെ ഒരു സ്ത്രീ ഈ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ദൈവത്തിനുണ്ടായിരുന്നു. മനസ്സിലായോ? ഞാനിപ്പോൾ ആത്മീയ കാര്യങ്ങൾ എന്തിനിതിൽ കൂട്ടിച്ചേർക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു സ്ട്രോങ് വുമൺ ആവണമെങ്കിൽ ജീവിത അനുഭവങ്ങൾ വേണം. എന്റെ വായ അടയ്ക്കാൻ പലരും നോക്കുന്നുണ്ട്, എനിക്കറിയാം. കൂടെ നിൽക്കുന്നവർ നോക്കുന്നുണ്ട്, അടച്ചുപൂട്ടിയിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നെ എത്ര അടച്ചുപൂട്ടിയാലും ഞാൻ എൻ്റെ ഈ ഭൂമിയിൽ ഞാൻ വേദനിച്ചാണോ എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചത്, ആ കുഞ്ഞ് എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ കൂടെ ജീവിക്കും. ഞാൻ അനുഭവിച്ച പ്രസവ വേദന എൻ്റെ അമ്മായിയമ്മയോ എൻ്റെ അമ്മയോ, എൻ്റെ പ്രസവിക്കാത്തതും കല്യാണം കഴിക്കാത്തതുമായ എൻ്റെ സഹോദരിയോ ആരും അല്ല അനുഭവിച്ചത്. അല്ലെങ്കിൽ ആ സമയം പോലും നീ വല്ലതും കഴിച്ചു, നീ വല്ലതും കുടിച്ചു എന്ന് പോലും ചോദിക്കാത്ത എൻ്റെ കോങ്ങനായ ഭർത്താവും അല്ല അനുഭവിച്ചത്. ആ സമയവും ഞാൻ വെയിറ്റ് ചെയ്തു. മഗ്ദലക്കാരി മറിയ യേശുവിനെ ഒരു നോക്ക് കാണാൻ പോയില്ലേ, വെയിറ്റ് ചെയ്തില്ലേ? അതുപോലെ ആ ലേബർ റൂമിനകത്ത് സിസേറിയൻ ചെയ്യണം എന്ന് പറഞ്ഞ ഡോക്ടർമാരുടെ വിധി എഴുത്തുകളെ ഒറ്റ നിമിഷം കൊണ്ട് തിരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. ദൈവമേ, നീ തന്ന എൻ്റെ കുഞ്ഞിനെ, എൻ്റെ വാഗ്ദത്ത തലമുറയെ, ഓ ജീസസ്, എൻ്റെ ആൺകുഞ്ഞിനെ. എനിക്കറിയായിരുന്നു എൻ്റെ കുഞ്ഞാണെന്ന് കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും എൻ്റെ കുഞ്ഞാണെന്ന്. എനിക്ക് 100% എനിക്കറിയായിരുന്നു അത്. പക്ഷെ എൻ്റെ ലൈഫിനകത്ത് എനിക്ക് പറ്റിപ്പോയ ഒരു വിള്ളലാണ് എൻ്റെ മാരീഡ് ലൈഫ്. ഒരു റിലേഷൻ വേണ്ടെങ്കിൽ വിട്ടുകളയണം. ചില കോങ്ങന്മാരുണ്ട്, ഡിവോഴ്സും തരത്തില്ല, ജീവിപ്പിക്കത്തുമില്ല. വട്ടം കറക്കി നീ എന്റെ കൺട്രോളിൽ കഴിച്ചു. ഒരു തരം മാനസിക രോഗമാണ്. എന്തുവാന്നറിയാമോ ഈ മാനസിക രോഗത്തിന്റെ പിന്നില്? ജീവിക്കരുത്. എടാ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ ജീവിക്കരുത്. എന്നാ നീ മര്യാദയ്ക്ക് നിൽക്കണം, അല്ലേ? കെട്ടിക്കൊണ്ട് വന്നപ്പോ നീ ചെലവിനും തന്ന്, ഭാര്യ എന്നുള്ള റെസ്പെക്ട് തന്ന്, അത് കിടപ്പറയിലും ആ റെസ്പെക്ട് നീ തന്നിരുന്നെങ്കിലേ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി ശക്തമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് ആരും വിലവിലാന്ന് പറയത്തില്ല. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് സ്ത്രീയെ കുറിച്ച് ഇത്രയും പറയണമല്ലേ, അല്ലെങ്കിൽ സ്ത്രീയെ കുറിച്ച് ഇത്രയും സംസാരിക്കണമല്ലേ? നോ, ഇത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് പൊന്നു സഹോദരങ്ങളെ. ഞാൻ പറഞ്ഞു, എന്റെ ചെറിയ പ്രായത്തിൽ പോലും സഹോദരനിൽ നിന്ന് പോലും ഞാൻ ഏറ്റ മുറിവ് ഇന്നും എന്റെ ലൈഫിനകത്ത് അതൊരു മുറിവല്ല, എന്നെ ഒരു സ്ട്രോങ് പേഴ്സൺ ആക്കി. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? നിന്നെ ആര് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ലോകം പുച്ഛിച്ച് തള്ളും. നിന്റെ ഗുണം കൊണ്ടാന്ന് പറയും. കൊച്ചു പിള്ളേരാണെങ്കിലും പറയും എന്റെ ഗുണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇപ്പം ഒരു ട്രൗസറും ഉടുപ്പ് ഇട്ടുകൊണ്ട് പോയെന്ന് പറയും, അപ്പൊ ആണുങ്ങൾ പറയും അവളുടെ ഗുണം കൊണ്ട് അവൾ ഇട്ടുകൊണ്ട് പോകുന്ന കണ്ടില്ലേ. എടാ, നീ നിന്റെ മൈൻഡിനെ ആദ്യം നേരെയാക്കണം. നിനക്ക് ഒരു സ്ത്രീയെ കാണുമ്പം നിന്റെ അമ്മയാണെന്ന് നിനക്ക് ചിന്തിച്ചാൽ എന്താ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ ശരി, എനിക്കൊരു പെൺകുട്ടിയോട് ഒരു സ്നേഹം തോന്നുന്നു, എന്താണ് പ്രശ്നം? അവർക്ക് തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവർക്ക് തമ്മിൽ ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. രണ്ട് സ്നേഹിക്കുന്ന ഹൃദയങ്ങളാണല്ലോ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതും ചേരേണ്ടതും. ചേരാത്തതും അറ്റുപോയ ഹൃദയങ്ങളെയും ഒക്കെ നമ്മൾ യോജിപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടുപെടും. ഡ്രാമ കളിക്കുന്നവരൊക്കെ ഡ്രാമ കളി നിർത്തിക്കോ. ഞാൻ പറഞ്ഞു, 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് നമ്മൾ അനുഭവിച്ച ആ ഒരു അബ്യൂസ്മെന്റ് ഇന്ന് വരെ എൻ്റെ മാതാവ്, നിനക്ക് അതിനകത്തൊരു പെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ നീ അതിനകത്ത് അതാരെ എന്തോന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൃദയം വിങ്ങിപ്പൊട്ടിയിട്ട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മ ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നമേ ഉള്ളൂ,
അവള് പ്രാർത്ഥിക്കാൻ പോവുകയാണോ, എവിടെ പോവുകയാണോ, ഹലോ ഹലോ ഫോൺ എടുത്തിട്ട് ഹലോ എവിടെ പോയതാണെന്ന് കണ്ടുപിടിക്കണം, എന്നിട്ട് ആളെ വിടുവാ. എന്റെ സ്വന്തം മോക്ക് എതിരെ ഗുണ്ടകളെ വിടുന്ന ഒരു വീട്. സത്യമാണ് പറയുന്നത്. എന്നെ അറിയാവുന്നവർക്ക് ഇതറിയാം. ഞാൻ വേറൊരു വക്കീലിനെ പോയി കണ്ട് ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഒരു പുരുഷൻ എന്നെ ഫോളോ ചെയ്തു, എന്റെ വീടിനകത്ത് നിന്നാണ് ഈ സംഭവം ഉണ്ടായെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ആര് കേൾക്കാൻ? പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും. പൈസ ഉണ്ടെങ്കിലും നമുക്ക് കേസ് അനുകൂലമാക്കാം, പ്രതികൂലമാക്കാം, ഒരാളെ കുതികാലി വെട്ടാം, എല്ലാം ചെയ്യാം. പക്ഷെ ഈ സ്ത്രീകളെ സംരക്ഷിക്കുന്ന സിസ്റ്റമാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ എന്റെ വീടിനകത്ത് നിന്നായാലും ഇപ്പൊ എന്നെ ഇറക്കി വിടുക. എന്നെ ഇറക്കി വിടുമ്പം എന്താ പറയാ, നമ്മൾ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പറയുകയാണെങ്കിൽ പറയാം, എഴുതി വെച്ച ഒപ്പിട്ടോ, ഓക്കെ വെക്കും. ഇവിടെ തീർന്നു ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വം. കേരളത്തിൽ എത്ര പെൺകുട്ടികൾ സുരക്ഷിതമാണ്? വീട്ടിൽ എനിക്ക് ഇരിക്കേണ്ട ആവശ്യം. ഞാൻ അനുഭവിച്ച വേദനയിൽ കൈകൊട്ടി ചിരിച്ചവരുടെ അടുത്തോ അല്ല. ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, കുഞ്ഞിനെ എങ്ങനെയും ജീവിപ്പിച്ച് അവനെ പുറത്തു കൊണ്ടുവരണം. അപ്പം അതിനകത്ത് പ്രശ്നങ്ങള്, അതിനകത്ത് ഈ ചിലവര് ഈ ചിലവർക്കൊരു ബുദ്ധിയുണ്ട്. ഇവർ കളിക്കുന്ന കുഞ്ഞിനെ വെച്ചിട്ടാ ഇവർ കളിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പിടിച്ച ഹൃദയം കുലുങ്ങുമെന്നറിയാം. അതേടാ, ഹൃദയം കുലുങ്ങും. കാരണം പെറ്റ വയറാ, പെറ്റത് ഞാനാ. നിന്റെ ഞരമ്പ് അനങ്ങിയില്ല പ്രസവിച്ചപ്പം. എന്റെ ഞരമ്പ് അനങ്ങിയത്, എന്റെ തലച്ചോറ് തൊട്ട് പാദം വരെ അനങ്ങി. നമ്മുടെ ശരീരമാണ്. ഒരു സ്ത്രീയുടെ ബോഡിയെ നീ ദൈവത്തിന്റെ ബോഡി പോലൊന്ന് കണ്ടു നോക്കിയേ. നിനക്ക് കാമിക്കാൻ മാത്രമുള്ളതല്ല സ്ത്രീയുടെ ബോഡി. നിനക്ക് സ്നേഹിക്കാനും നിനക്ക് സംരക്ഷിക്കാനും ഉള്ളതാണ് സ്ത്രീയുടെ ബോഡി. അത് നീ എന്ന് മനസ്സിലാക്കുന്നോ അന്ന് നിന്റെ കൂടെ ഭാര്യ നിൽക്കും, അല്ലെങ്കിൽ വേറെ ഏത് പെണ്ണായാലും നിൽക്കും. അതല്ലാത്ത പക്ഷം ഒരു സ്ത്രീയാണ്. ചില സാഹചര്യം, എന്റെ സാഹചര്യങ്ങൾ ഞാൻ പറയാലോ. ചിലപ്പോഴൊക്കെ ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പം ഞാൻ പെട്ടെന്ന് വിളിക്കുന്നത് ചിലപ്പോൾ എന്റെ കൂടെയുള്ള ബോയ്സിനെ ആയിരിക്കും. എടാ നീ എവിടെ നിൽക്കുക, ഞാൻ ഈ പ്രതിസന്ധിക്കകത്ത്, നീ എനിക്ക് പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യണം. കാരണം ഒരു പുരുഷന്റെ ഹെൽപ്പ് ഒരു സ്ത്രീക്ക് ആവശ്യമാണ് ഈ ഭൂമിക്കകത്ത്. അതില്ലാതെ പിന്നെ എന്ത്? അപ്പൊ ഈ ഭർത്താവില്ലാത്ത സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ ചിലപ്പം ഒരാളെ വിളിക്കുകയാണ്, എന്താ എടാ ഇതുപോലെ എന്തോ ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ ചോയ്സ്, അതിനകത്ത് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ കണ്ടു നിൽക്കുന്ന സമൂഹം പുച്ഛിച്ച് തള്ളുമ്പം നിങ്ങൾ ഓർക്കണം, അവരുടെ ലൈഫ് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് അനുഭവിക്കുന്നു എന്ന് എനിക്ക് അറിയത്തുള്ളൂ. കല്യാണം കഴിക്കാത്തൊരു സ്ത്രീക്ക് കുടുംബജീവിതം എന്തെന്ന് അറിയത്തില്ല. പ്രസവിക്കാത്ത ഒരു അമ്മയ്ക്ക് ഒരു മാതാവ് ഇരുന്ന് കരയുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കുക, ഇവൾ എന്തിനാ കരയുന്നേ, ആ കൊച്ചവിടെ കാണാൻ പോയി നിൽക്കട്ടെ, ഇവിടെ എന്നാ ചെയ്യാൻ ഉണ്ടോ? ഇവിടെ കൊടുക്കയില്ലെങ്കിൽ കൊടുക്കും, സമയം ഉണ്ടല്ലോ, സമയം കിടക്കുമല്ലേ. ഇപ്പൊ ഞാൻ ചിന്തിക്കാറുള്ളൊരു കാര്യം, ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഓരോ സ്ത്രീകളും വീടിനകത്ത് ചിലപ്പം പെട്ടെന്നൊന്നും ജോലി കിട്ടിയെന്ന് വരത്തില്ല. അതുവരെ ഈ ഭർത്താവിന്റെ ഡിപ്പെൻഡിലാണല്ലോ കഴിയുന്നത്. അപ്പം ഒരു 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരു PSC റാങ്ക് ലിസ്റ്റ് കയറുന്നത്, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നത്. അല്ലെങ്കിൽ ചില എല്ലാ ആഗ്രഹിക്കുന്നവരുണ്ട്, അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഇത് കാണുന്ന ആണുങ്ങൾ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഒരു വാക്ക് അവളെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഒരു ഹൃദയം കൊണ്ട് അവളെ വേദനിപ്പിക്കാതെ ശരീരത്തെ ടോർച്ചർ ചെയ്യാത്തൊരു പുരുഷനുണ്ടെങ്കിൽ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാര്യം നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയമാണെന്ന് ഞാൻ പറയും. അല്ലാത്ത പക്ഷം കാട്ടാളന്റെ ഹൃദയമാണ്. ഉള്ളിനകത്ത് വിഷം നിറഞ്ഞു വെച്ചിട്ട് ആ വിഷം ഇങ്ങനെ കാർക്കിച്ച് തുപ്പാൻ കഴിയാത്ത രീതിയിൽ അത് ചില രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് വരും. പാവം ഭാര്യ വീടിനകത്ത് കിടന്ന് അനുഭവിക്കുന്നത് ആർക്കും അറിയത്തില്ല. ആർക്കും ഇതൊന്നും അറിയത്തില്ല. അവര് പറയണ അവള് വീട്ടിനകത്ത് പ്രശ്നമോ, അല്ലെങ്കിൽ അവള് ഈ പ്രശ്നം എങ്ങനെയാ വരുന്നേ? എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ലൈഫുണ്ട്. ആ ലൈഫിനകത്തേക്ക് കടന്നു കയറുമ്പോൾ ആരായാലും പ്രശ്നം ഉണ്ടാക്കും. കാരണം നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്. ഇപ്പൊ നമ്മൾ ദൈവമനുഷ്യരാണ്, അല്ലെങ്കിൽ അവളൊരു പ്രൊഫറ്റിക്കൽ ആണല്ലോ.
എന്നെ പോലെ അനുഭവിക്കുന്ന പലരും ഉണ്ട്, പലരും റേറാണ് കേട്ടോ. കാരണം എല്ലാരും ഒതുക്കി അങ്ങ് ജീവിക്കും, കാരണം പൈസ ഉണ്ടല്ലോ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. കേൾക്കുന്നുണ്ടോ? ഒരു കമന്റ് എനിക്ക് ഇടണം. കേൾക്കുന്നില്ല എന്നൊരു കമന്റ് വന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? സൗണ്ട് കൂട്ടണോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കാരണം കേൾക്കാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വളവളാന്ന് എന്തോ പറയുവാന്ന് വിചാരിക്കും, പിന്നെ വട്ടാന്ന് പറയും. അതാണല്ലോ സീൻ. സബിൻ ബ്രദറെ കേൾക്കുന്നുണ്ടോ? സബിൻ ചേട്ടാ കേൾക്കുന്നുണ്ടോ? എന്റെ സബിൻ ചേട്ടനാ. പറയാം കേട്ടോ, ഒരുപാട് എന്റെ ലൈഫിനകത്ത് പ്രശ്നങ്ങൾ വന്നപ്പം കൂടെ നിന്നിട്ടുള്ള ഒരു വ്യക്തിയാ. ചേട്ടാ കേൾക്കുന്നുണ്ടോ? പറയണേ. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ, എന്നാ കേട്ടോണ്ട് അവിടെ ഇരിക്കണം. ചേട്ടനും പലതവണ ചോദിച്ചിട്ടുണ്ട്, ലൈഫിനകത്ത് പ്രശ്നം ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്നും ഞാൻ പറയത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തന്നില്ലേ, കേട്ടോണം കേട്ടോ. ഇപ്പം കേൾക്കുന്നുണ്ട്, എനിക്കത് മതി, കേട്ടാ മതിയല്ലോ ദൈവം. ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ എത്ര ഈ ഉപദ്രവകാരിയാവുന്നറിയോ? ഞാൻ കുടുംബത്തിൽ പറഞ്ഞോളാം എന്ന് എനിക്ക് ബോധ്യമുണ്ട്. നിങ്ങൾ ബോധിച്ചില്ലെങ്കിൽ എനിക്ക് കാര്യമൊന്നുമില്ല. കാര്യം അങ്ങനെ തന്നെ. നമ്മൾ ഒരു സ്ത്രീയെ മറ്റൊരു തലത്തിൽ പറയുമ്പോൾ ഒരു സ്ത്രീക്ക് വേദനിക്കും, 100% വേദനിക്കും. കാര്യം എന്തിനാണോ അങ്ങനെ പറയുന്നേ? ഒരു സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയാവുന്ന ഒരുത്തരും പറയത്തില്ല. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ ഞാൻ പറയും, ഞാൻ വേശികളെ റെസ്പെക്ട് ചെയ്യാറുണ്ട് സഹോദരങ്ങളെ. കാര്യം ചിലപ്പോ അവരുടെ സിറ്റുവേഷൻ ആയിരിക്കും അവരെ അതിലാക്കിയത്. ഇതുപോലല്ലേ എങ്ങനെ വീടിനകത്ത് പ്രതികൂലം, ബന്ധുക്കാരിൽ നിന്ന് പ്രതികൂലം, ചിലപ്പം ഈ ലൈഫിന്റെ ബാക്കില് ചെറുപ്രായത്തിൽ തന്നെ അബ്യൂസ്മെന്റ് നടന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ ട്രാജഡികളൊക്കെ ലൈഫിനകത്ത് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ കുടുംബത്തിനകത്ത് വിള്ളലുകള്, കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങള്, പ്രതികൂലങ്ങള്, അതൊക്കെ കാരണമാണ് ഒരു സ്ത്രീ നിഗളിച്ചു പോകുന്നത്. ഞാൻ നിഗളിച്ചിട്ടില്ല കേട്ടോ. ഞാൻ നിഗളിച്ചെങ്കിൽ ഒരിക്കലും ഞാൻ ദൈവവചനം ഞാൻ പറയത്തില്ല. പക്ഷെ എല്ലാരും പറഞ്ഞു ഞാൻ അഹങ്കാരിയാണ്. അത് ഇച്ചിരി അഹങ്കാരം ഉണ്ടെങ്കിലേ നിന്റെയൊക്കെ അടുത്ത് നിൽക്കാൻ പറ്റത്തുള്ളൂ. തരുവേ, ഇല്ലെങ്കിൽ നീ ഇങ്ങനെ അമ്മാനാടി. ഇപ്പോഴും അമ്മാനാടിക്കൊണ്ടിരിക്കുമല്ലേ? എന്റെ പൊന്ന് സഹോദരങ്ങളെ, എന്റെ ബ്രദർമാരെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. നിങ്ങൾ ഒന്നറിയണം, നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ഹസ്ബൻഡ് ഉണ്ടല്ലോ, എന്റെ ഹസ്ബൻഡ്, ഇവൻ എന്നോട് ഇന്നറിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വെളി പറയാൻ പറ്റാത്ത കാര്യങ്ങളാ. വെളി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പം ചോദിക്കും, അന്നോടാൻ ചോദിക്കും. അപ്പൊ അവള് വട്ട എന്തെങ്ങാണ്ട് പറയുക, പ്രൂഫ് ഉണ്ടെന്നേ, ഇതൊക്കെ പ്രൂഫ് ഉണ്ട്. ഞാൻ കരഞ്ഞ രാത്രികളുണ്ട്. അപ്പൊ ഞാൻ റെക്കോർഡ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന പ്രശ്നത്തിൽ നിൽക്കുവാ, എനിക്ക് പേടിയാവും, എന്റെ ഹസ്ബൻഡ് എന്നെ വെട്ടിക്കൊല്ലുവോ എന്ന് എനിക്ക് പേടി, എനിക്ക് ഉറങ്ങാൻ പേടിയാവും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറ, ഒരു ഡിവോഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്? സുഭാഷ് മണിയൻ ഒന്ന് കേൾക്കണം. ഡിവോഴ്സ് ആയ സ്ത്രീ എന്ന് പറയും, നീ എഴുതി വെക്കുമല്ലോ, ഡിവോഴ്സ് ആയ സ്ത്രീ എന്ന് അടിച്ചു വിടുമല്ലോ. ഡിവോഴ്സ് ആയ സ്ത്രീയെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പാട് ചെയ്യുന്ന ഒരു സ്ത്രീയെ കാട്ടിലും വിലയുണ്ടടാ, വിലയുണ്ട്.
കാരണം അവള് ചങ്ങല പൊട്ടിച്ച് പുറത്തു വന്നു. പിടിച്ചു വെച്ച ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു സ്ത്രീയാ. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, എന്നെ കരുത്തിയാക്കിയത് ഞാൻ ഈ ജീവിക്കാൻ കാരണം എന്റെ ലൈഫിനകത്ത് ഇത്തരം പ്രതിസന്ധികൾ വന്നതുകൊണ്ടാ. ഇതിനു മുമ്പ് എന്റെ ഭർത്താവ് എന്താണ്ടൊക്കെ തെളിവൊക്കെ കൊണ്ടുവന്നു. കണ്ടോ കണ്ടോ കണ്ടോ, എല്ലാരും കണ്ടോ, നാട്ടുകാരെ വായോ കണ്ടോ, എന്റെ ഭാര്യ ഇങ്ങനാ. എന്റെ ഭാര്യ ഇങ്ങനെ ആയെങ്കിൽ നിന്റെ കയ്യിൽ കുഴപ്പമായിരിക്കും 100%. കാര്യം നീ ഇങ്ങനല്ലേ, പബ്ലിസിറ്റി അല്ലേ. എടാ, സ്വന്തം ഭാര്യയെ കുറിച്ച് നീ അധിക്ഷേപിക്കുന്ന നിർത്ത് ഫസ്റ്റില്ലേ. നിന്റെ അമ്മയും സഹോദരിയൊക്കെ എങ്ങനെയാന്ന് നോക്ക്. അവരൊക്കെ എങ്ങനാണെന്ന് നീ മനസ്സിലാക്ക്. അവരുടെ കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നോ? അവരുടെ കുഞ്ഞിനെ പിടിക്കാൻ വരുമ്പോ നീ വെട്ടാൻ നിൽക്കും. പക്ഷെ റിയോട് കളി നടക്കും. കാരണം റിയോട് മുങ്ങയാ. നോ, ഈ രാത്രിയിൽ ഇവിടെ വന്നിരുന്ന് എനിക്കിത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം അറിയണം, ഒരു സ്ത്രീയും കുഞ്ഞിനെ ഓർത്ത് കരയാൻ പാടില്ല. ഏതെങ്കിലുമൊക്കെ പോലീസ് അധികാരികളോ സമൂഹം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹത്തോടെ എന്നെ നിങ്ങളുടെ സഹോദരിയായിട്ട് അല്ലെങ്കിൽ ഒരു മോളായിട്ട് കുറച്ചു നേരത്തേക്ക് കണ്ടിട്ട് നിങ്ങൾ പറ, ഡിവോഴ്സിന് കൊടുത്ത ഒരു ജീവിതം, അല്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ നിന്ന് അവര് ചുമ്മാ എടുത്ത് തരത്തില്ലല്ലോ. അവിടെ ഇരിക്കുന്ന മണ്ടന്മാരല്ലല്ലോ, എല്ലാം നോക്കിയിട്ടല്ലേ. ഈ വേണമെങ്കിൽ ഓരോ വീഡിയോസ് ഒക്കെ കാണിച്ച് പ്രചരിപ്പിച്ച് അവൾ പന്നലാണ് ഇന്നതാണെന്നൊക്കെ കാണിക്കാം. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, അവര് മനസ്സിലാക്കും. ഒരു അമ്മയുടെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അവരാണ് വിട്ടുകൊടുക്കുന്നത്. അമ്മയാണ് ഞാന്. പക്ഷെ പിന്നെയും കുഞ്ഞിനെ വെച്ച് ഈ പിടിച്ചു വെക്കുന്ന ഒരു കളിയുണ്ടല്ലോ. ഞാൻ നിന്റെ കുഞ്ഞിനെ കൊണ്ടുപോവാ, നീ വീട്ടിനകത്ത് ഇരിക്കത്തില്ലെങ്കിലേ ഞാൻ പബ്ലിക്കലി ഞാൻ പറയണം, നിന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡിനോടാണ് ഞാൻ പറയുന്നത്, നിന്റെ സഹോദരി ആദ്യം നീ പിടിച്ചു വെക്കണം. മനസ്സിലായോ? എന്നിട്ട് നീ എന്നെ പിടിച്ചു വെക്കാമോ? കാരണം എന്നെ കാട്ടി മുന്നേ നീ സഹോദരി കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാനാണ് പ്രശ്നക്കാരി അല്ലേ? നീ എപ്പോഴും പറയാറില്ലേ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയില്ലേ നിന്റെ മുന്നിൽ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. സബിൻ ബ്രദറിനോടാണ് എനിക്ക് പറയാനുള്ളത്. കേൾക്കുന്നുണ്ടോ സബിൻ ബ്രദറെ? ഞാൻ രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ഭയങ്കര ടയേർഡാണ്. കാരണം ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. മെന്റലി ഞാൻ ഭയങ്കര വീക്കാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല ഞാൻ. 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. ഇന്നലെ ഒറ്റ കൂടെ കണ്ണടച്ചിട്ടില്ല ഞാൻ. കാരണം കുഞ്ഞിനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുകയായിരുന്നു. കാരണം ഞാൻ എന്റെ ലൈഫ് ഞാൻ മാറ്റിവെച്ച എന്റെ കുഞ്ഞിനെ തുടങ്ങി വെച്ചോ, നോ പ്രോബ്ലം. ബട്ട് എന്റെ ഇമോഷണൽ ഫീലിങ്സിനെ ടോർച്ചർ ചെയ്യാൻ നിന്നാൽ ബന്ധങ്ങളോ രക്തങ്ങളോ ഞാൻ നോക്കത്തില്ല. കാരണം ഒരു ഹൃദയം പെടയുന്നത് കാണാൻ എന്റെ അമ്മ മനസ്സിലാക്കണം. എന്റെ അമ്മ ഒരു അമ്മയാണെങ്കിൽ പിടിച്ചു വെക്കുമ്പോ ഓർക്കണം, എന്റെ അമ്മ ഒരു അമ്മയാണ്. അമ്മേ, ഞാൻ മാറ്റപ്പെട്ടു പോയാ, അല്ലെങ്കിൽ എന്നെ ആരെയും തട്ടിക്കൊണ്ടുപോയാ സഹിക്കോ? അല്ലാതെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ സ്ട്രോങ് വുമൺ അല്ല. ആരുടെയൊക്കെ നിയന്ത്രണത്തിൽ തട്ടിയിട്ട് കളിക്കുന്ന ഏതോ ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ സ്ട്രോങ് ആണ്. ഞാൻ പ്രസവിച്ച് കുഞ്ഞിന് വേണ്ടി ഞാൻ സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ കുഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ആർക്കു വേണ്ടിയാ സഹോദരങ്ങളെ ജീവിക്കേണ്ടത്? ഭർത്താവിന് വേണ്ടി ജീവിക്കണോ? എന്റെ കുഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞു പോട്ടെ, എനിക്ക് വേറെ ആരെങ്കിലും കിട്ടത്തില്ല, കുഞ്ഞു പോട്ടെ. ചിലർ പറയും കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകും, നീ എന്നിട്ട് നിന്റെ കാര്യം നോക്കിപ്പോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്റെ കുഞ്ഞില്ലെങ്കിൽ, ഞാൻ പ്രസവിച്ച എന്റെ മോനില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ലൈഫ്, എനിക്ക് എന്ത് ജീവിതം? ഞാൻ നൊന്ത് പ്രസവിച്ച് ഞാൻ ഏറ്റുമേടിച്ച എന്റെ കുഞ്ഞിനെ എന്റെ കൺമുമ്പിൽ കളിച്ചു നടന്ന, എന്റെ കൂടെ എന്റെ അടുത്ത് കിടത്തിയ എന്റെ കുഞ്ഞിനെ എന്താ പറയാം, സബീം ബ്രദറിന്റെ മെസ്സേജ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. കുഞ്ഞിനെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പെടയുന്നൊരു ഹൃദയമുണ്ട്. കാരണം ഉറങ്ങുമ്പം ആ ഒരു പ്രസൻസ് അവിടെ ഇല്ല. ഭർത്താവില്ലെങ്കിൽ ഇല്ല, പോട്ടെ. എന്തിനാ ഈ അടിക്കാനും ഇടിക്കാനും അവന് തോന്നുമ്പം കാമിക്കാനും ഉള്ളതല്ലല്ലോ സ്ത്രീ. 5 മിനിറ്റ് നീ ഫോൺ നോക്കിയിരിക്കും, 5 മിനിറ്റ് നിനക്ക് സംസാരിക്കാൻ സമയമില്ല.
നിനക്ക് ഉപദ്രവിക്കാൻ സമയമുണ്ട്, നിനക്ക് സിറ്റുവേഷൻസ് അറിയണ്ട, ബലഹീനതകൾ അറിയണ്ട, നിനക്ക് നിന്റെ കാര്യം. ഞാൻ ഇത് പറയുന്നത് എന്റെ നാട്ടില് എന്റെ ഹസ്ബൻഡ് ഗണേശ് എന്ന് പറയുന്ന മഹാവീരൻ, കൊടികുത്തി വാഴിയ ഗണേഷ് ഭഗവാൻ, സോറി ഭഗവാനെ ഒന്നും പിടിക്കുന്നില്ല, സോറി, ഇനി എന്നെ ആരും വെട്ടരുത് ദൈവം. ഗണേശ്, ഈ ഗണേശ് നീ ആണാണെങ്കിൽ ഡിവോഴ്സ് താടാ. നീ എന്നെ കുറിച്ച് ഒരുപാട് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പറയുന്നുണ്ട്, എനിക്കറിയാം. നീ എന്താ എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തെ? നിനക്ക് എന്താ ലക്ഷ്യം? ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഓടുന്നവളാ. നീ 5 വർഷം എന്നിട്ട് അമ്മാനാടിയത് മതിയാക്ക്. ഒരു തരി സ്വർണം, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്റെ സ്വർണം എടുക്കുമ്പോ നീ ചിന്തിക്കത്തില്ലേ അവളോടൊന്ന് ചോദിക്കണ്ടേ? പക്ഷെ നീ ചോദിച്ചിട്ടില്ലല്ലോ, നീ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. നീ അത് മറിച്ച് വിറ്റു, എന്തൊക്കെയോ ചെയ്തു. അതൊന്നും എനിക്കത് വേണ്ട. നിങ്ങളുടെ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ട ഒന്നും വേണ്ട. ഞാൻ ചോദിക്കുന്നത് എന്റെ ജീവന്റെ പാതിയായ കുഞ്ഞിനെ മാത്രമാണ്. ആ കുഞ്ഞിനെ ഞാൻ മേടിച്ച് ചൈൽഡ് ലൈനിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ എന്തിന്റെ പേരിൽ കുഞ്ഞിനെ മാറ്റുന്നു? ഒരു പോറൽ പോലും ആ കുഞ്ഞിന് ഇന്ന് വരെ എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ അമ്മയുടെ കൂടെ നിന്നിട്ട് സംഭവിച്ചിട്ടുണ്ട്, മറിഞ്ഞൊക്കെ വീണിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ കുഞ്ഞിനെ അടിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. അവൻ കുരുത്തക്കേട് കാണിക്കുമ്പം ചെറിയ അടി കൊടുക്കുന്നു, ശകാരിക്കും, അവിടെ ഉള്ളു പ്രശ്നം. പക്ഷെ ഒരുപാട് ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ പറയും എന്തെങ്കിലും പറയുമായിരിക്കും എന്നായിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇന്ന് വിറച്ചാണ് ഇറങ്ങുന്നത്. ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അവിടെ പെട്ടെന്ന് ഞാൻ ബാക്കിലോട്ട് വീണപ്പോഴും ആരും എന്നെ പിടിക്കാൻ പോലും ഇല്ല. എനിക്കൊന്നും പ്രശ്നമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എഴുന്നേറ്റു. ഇന്ന് എനിക്കൊരു ദൗത്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടില് എന്റെ അമ്മയുടെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞു കാണും, ആരെങ്കിലും കൂടെ പോയെന്ന് പറഞ്ഞു കാണും. അങ്ങനത്തെ ഒരു മൈൻഡാണ് അവർക്ക്. കാരണം ഈ മഞ്ഞപ്പിത്തമുള്ളവർക്ക് എല്ലാം മഞ്ഞാന്ന് തോന്നും. പക്ഷെ ഞാൻ പോയത് എന്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിയത്. ഇനി രാത്രിയിൽ ഞാൻ ഇതിവിടെ ഇരുന്ന് സംസാരിക്കുമ്പം എന്റെ ലൈഫ് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. സുഭാഷ് മണിയൻ എന്ന് പറ സഭയുടെ ലോകോ സഭാ ചരിത്രമോ എന്തോന്ന് അറിയത്തില്ല. ഈ സഭാലോകത്തിനകത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹം ഇട്ട വീഡിയോ പലരും കണ്ടു, എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് എനിക്കറിയത്തില്ല, അത് അദ്ദേഹത്തിന്റെ വിവരക്കേട്. ഇനിയിപ്പോ ഞാനൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇത് ഞാൻ പറയുന്നത് പൊന്നു സഹോദരങ്ങളെ, ഞാനൊരു സ്ത്രീയാണ്. പക്ഷെ ഒരു ചിന്തയ്ക്കകത്ത് എനിക്ക് തോന്നുക എന്റെ കുഞ്ഞിന് ഇനി ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല എന്ന് തോന്നുക. ഞാൻ ഒന്ന് ബലഹീനയായി ചിലപ്പോൾ ഞാൻ വീണ് പോയേക്കാം. പുറം ലോകം ഇത് അറിയണം, ഈ സത്യം അറിയണം. കാരണം നിങ്ങൾ കാണുന്നതല്ല സത്യം. ഒരാൾക്ക് ഒരാളെ വിലയിരുത്താൻ കഴിയത്തില്ല. അപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ പറയും, അവളുടെ അഹങ്കാരം കണ്ടോ, നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. വേറെ കാര്യം, അവളുടെ അഹങ്കാരം കണ്ടോ. എന്നെ ഒരു മൂലക്കകത്തിട്ട് എന്നെ ചെയ്തതൊക്കെ ഈ സമൂഹം അറിയുന്നതിനകത്ത് എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇനി ആരും ഇത് അനുഭവിക്കരുത്. ഒരു സ്ത്രീയും സ്വന്തം കുഞ്ഞിനെ ഓർത്ത് കരയരുത്. എന്റെ പെറ്റമ്മയുടെ മുന്നില് ഞാൻ കരഞ്ഞ് കവിണ് വീണിട്ടും ഇന്ന് രാവിലെ തൊട്ട് എന്റെ അമ്മ പറയുക, ഞാൻ ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ, ഇപ്പം കൊണ്ടുവരും കുഞ്ഞിനെ, ഇപ്പം കൊണ്ടുവരും, ഞാൻ അങ്ങോട്ട് പോവാ. എന്നിട്ട് അപ്പുറത്ത് ഇന്ന് പറയുക, വീട്ടിലൊരു മുസ്ലിം സ്ത്രീ ഒരു ജോലി ചെയ്യാൻ ഒരു ആന്റി ഉണ്ട്. അപ്പൊ അടുത്തേന്ന് പറയുക, തിരുവന്നൊന്ന് പറ ഡ്രാമ, തിരുവന്നൊന്ന് പറ. എന്റെ കുഞ്ഞിനെ എന്നെ വെച്ചിട്ട് നിങ്ങൾ ഇമോഷണലി എന്നെ തകർക്കുവാണ് നിങ്ങൾ, ഒരമ്മയെ തകർക്കുവാണ് നിങ്ങൾ. എനിക്ക് ആകുലതയുണ്ട്. എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനി കാണാൻ കഴിയത്തില്ലേ, എന്റെ കുഞ്ഞിനെ എനിക്ക് ഇനി കേൾക്കാൻ കഴിയത്തില്ലേ. അപ്പൊ എന്റെ ഒരു ബ്രദർ പറയാണ്, അത് ഞാൻ വീട്ടിൽ ഉപദ്രവകാരി ആയതുകൊണ്ട് എന്റെ കുഞ്ഞിന് ഭയം കിട്ടിയെന്ന്. എന്റെ ഹസ്ബൻഡ് എപ്പോഴും കുഞ്ഞിനോട് പറയുന്നത് അതാണ്ട് മാടം വരുന്നുണ്ട്, മറുത വരുന്നുണ്ടെന്ന്. അപ്പൊ അന്നൊന്നും ഭയം കിട്ടിയിട്ടില്ലേ? ഞാൻ വീട്ടിൽ ഉപദ്രവകാരിയൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നവളാണെന്നും ഞാൻ ആരാധിക്കുന്നവളാണെന്നും എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകങ്ങളുണ്ട് കേട്ടോ, അനേകങ്ങളുണ്ട്. ചുമ്മാ പുകഴ്ത്തി പറയുന്നല്ല. എത്ര പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, സിസ്റ്റർ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്റെ ലൈഫിൽ
അതിനകത്ത് എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും, എൻ്റെ അച്ഛൻ ഒരു നല്ല വ്യക്തിയായിരുന്നു. ഞാൻ എപ്പോഴും അത് പറയും. കാരണം എൻ്റെ അച്ഛന് ഞാൻ വേദനിക്കുന്നതോ ഞാൻ കരയുന്നതൊന്നും ഇഷ്ടമല്ല. കാരണം എൻ്റെ അച്ഛൻ എല്ലാവരുടെയും മാനസികാവസ്ഥ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു അച്ഛനായിരുന്നു. അപ്പൊ ഇന്നലെ വേറൊരു ആള് വന്നിട്ട് പറയാ, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വക്കീല് രഘു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, കൊല്ലത്തുള്ള. അദ്ദേഹം എന്നെ അടിക്കാൻ വന്നു. വക്കീല് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്ന് എന്നെ വണ്ടി കൊണ്ടുവന്ന് അണ്ണനോട് പറഞ്ഞു ഓട്ടോയോട്. പാവപ്പെട്ട ഒരു ഓട്ടോയോടിക്കുന്ന പാവം പിടിച്ച ഒരു ഓട്ടോക്കാരൻ, ഒരു ഓട്ടോക്കാരനല്ല, എൻ്റെ അണ്ണനാ, സഹോദരനാ. ദൈവം എനിക്ക് ആ സഹോദരനെ തന്നതിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം എൻ്റെ എല്ലാ വേദനകളും കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആ അണ്ണനെ വെട്ടിക്കൊല്ലൂന്ന് പറഞ്ഞു ബ്ലാക്ക് മെയിൽ ചെയ്യുക, വെട്ടിക്കൊല്ലൂന്ന് ആ അണ്ണനെ. ഈ എന്താ പറയാ, സിസ്റ്റർ റിയ നിങ്ങളുടെ കുഞ്ഞ് അവിടെ തന്നെ വരും. എന്റെ സബിൻ ബ്രദറെ, ഞാൻ കിടന്നുറങ്ങിയപ്പം എഴുന്നേറ്റപ്പോ എന്റെ കുഞ്ഞിനെ കാണാനില്ല. ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു എന്റെ കുഞ്ഞെന്തി? ഞാൻ വിചാരിച്ച് അവൻ അപ്പുറത്താണെങ്കിൽ കളിക്കുമായിരിക്കുന്നു. പറയോ ഗണേശ് കൊണ്ടുപോയെന്ന്. നിയമം എനിക്ക് അനുകൂലമാക്കി തന്നു കൊല്ലത്ത്. ഇത് കേൾക്കുന്നവർ വേണം കൊല്ലത്ത് വിളിച്ച് ചോദിച്ചോ. എന്നിട്ട് പറയാ ഗണേശിന്റെ എന്റെ അമ്മയാണ്. ഞാൻ നോക്കിയപ്പോ കുഞ്ഞിനെ കൊടുത്തോ. എന്തോ ഒരു ധൃതിയും സന്തോഷവും. എന്റെ അമ്മ, എന്റെ സ്വന്തം അമ്മ. എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ പലപ്പോഴും എന്റെ കുഞ്ഞിനെ തൊടുമ്പോഴും എന്റെ ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ നമ്മുടെ ലൈഫിനകത്ത്, എന്താ പറയാ, നമ്മൾ ഞാൻ സഹോദരങ്ങളെ, നമ്മൾ ആരും എപ്പോഴും ദുഃഖിച്ച് വിഷാദിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഹാപ്പി ആയി. ഒരു ഫ്രണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ പോട്ടെ ഒരു കാമുകനുണ്ടോ, ആരും ആയിക്കോട്ടെ, അവരുമായിട്ട് നീ ഹാപ്പി ആണോ? അതാണ് നിന്റെ ഏറ്റവും വലിയ ധനം. ഒരു ഹാപ്പി ലൈഫിനകത്ത് അത് ചിലപ്പോൾ ഭർത്താവ്, ഞാനിപ്പോ പറയുന്നത് നമ്മൾ കല്യാണം കഴിക്കണം, കല്യാണം കഴിച്ച് നമ്മൾ കുടുംബിനിയായി നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ വിള്ളലുകൾ സംഭവിക്കുന്ന കുടുംബ ജീവിതത്തിനകത്തും ഒരുപാട് മാനസിക ശാരീരികമായി ടോർച്ചറിങ്ങിൽ അകപ്പെടുന്ന ഈ ജീവിതങ്ങൾക്കകത്തും അവരുടെ ആ ഒരു സ്ത്രീയുടെ മനോവികാരങ്ങളെ ഇടിച്ചു കളയുന്നത് നാട്ടുകാരല്ല, സ്വന്തം വീടിനകത്തുള്ളവരാ. എന്ന് പറയും നീ ഇനി കെട്ടരുത്. പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ സഹോദരങ്ങളെ? ഞാൻ പറയട്ടെ, ഒരു സ്ത്രീ എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു പോകും? ജീവിക്കുന്നവരുണ്ട്, പൈസ ഉള്ളവര്, സാമ്പത്തികമുള്ളവര്, അല്ലെങ്കിൽ അതുപോലെ ധൈര്യം. ചിലപ്പം ഈ കല്യാണമൊക്കെ ഇഷ്ടമല്ലാത്തവർ കാണും, അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് വേറെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങനെ തോന്നുന്നത് അവർക്കും ഈ ഒരു പ്രശ്നവും നേരത്തെ അങ്ങാണ്ട് ഉള്ളത് കൊണ്ടാ. എല്ലാം അങ്ങ് അവൾ എന്തിനാ അവന്റെ കൂടെ പോകുന്നേ, അവൻ എന്തിനാ അവളുടെ കൂടെ പോകുന്നേ, ഇങ്ങനെയൊക്കെയാ ചിലവർക്ക് തോന്നുന്നേ. അത് അവരുടെ ഇഷ്ടം. അവന്റെ കൂടെ പോയായിരിക്കും ചിലപ്പോൾ അവൾക്ക് ചിരിക്കാൻ പറ്റുന്നേ. മനസ്സിലായോ? അവന്റെ കൂടെ പോയാലായിരിക്കും അവൾക്ക് ചിരിക്കാൻ പറ്റുന്നേ. അവള് ചിരിക്കട്ടെന്നേ, അവള് സന്തോഷിക്കട്ടെന്നേ, എന്താ പ്രശ്നം? അതോടൊപ്പം അവളൊരു അമ്മയായിരിക്കാം, ചിലപ്പോ അവൾ ഒരു ഉദ്യോഗസ്ഥയായിരിക്കാം, ചിലപ്പോ ഒരു ഡോക്ടർ ആയിരിക്കാം, വക്കീലായിരിക്കാം, ആരും ആയിക്കോട്ടെ. പക്ഷെ മനുഷ്യന്റെ ശരീരവും മനസ്സും ഹൃദയവും ഒക്കെ ഇത് ദൈവം സെറ്റ് ചെയ്തതാ കേട്ടോ. ഇതിനകത്ത് കയറി ആരും ഇത് ചെയ്യരുത്. നിയമം അനുസരിച്ച് ആ കുഞ്ഞു സിസ്റ്ററിന്റെ, എന്റെ പൊന്നു ബ്രദറെ, നിയമം എന്റെ ദൈവം തന്നതാ. എന്റെ അമ്മായിയമ്മ വയറ്റിലിട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാ സഹോദര. എന്നിട്ടും ദൈവം ആ കുഞ്ഞിനെ പുറത്ത് തന്നില്ലേ? ആർക്കും അറിയത്തില്ല. ഇത് കേൾക്കുമ്പോ അമ്മായിമ്മയ്ക്കൊന്ന് കൊള്ളും. ദൈവമേതാ രഹസ്യമൊക്കെ വിളിച്ചു പറയുന്നു. അമ്മായിമ്മ ഇവൾ പറയുന്നല്ലോ എന്തോ ചെയ്യും, അവക്ക് വട്ടാണെന്ന് പറയാ ഇനി നാട്ടുകാരോട് ചെന്നിട്ട്. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചുമ്മാ ഒന്നും ആരും ഒരു കുടുംബജീവിതത്തിൽ നിന്ന് ഇറങ്ങി പോവത്തില്ല. നമ്മൾ മാക്സിമം നമ്മുടെ കൂടെ ഉള്ള ആളെ നമ്മൾ കൂടെ നിർത്താൻ നോക്കും. ഇപ്പൊ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, ചേട്ടാ നമ്മള് അങ്ങനെ അല്ല ചേട്ടാ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ചേട്ടാ, അവരങ്ങ് ബിൽഡപ്പായി പോവും, പ്രശ്നമില്ല. പക്ഷെ എവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്? ഈ ഡ്രാമ കളിക്കുമ്പോ, അതായത് സ്വന്തം ഭാര്യ എന്ന് പോലും ചിന്തിക്കാതെ അവരെ ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ, ഈ നിന്നെ വിശ്വസിച്ചിറങ്ങി വന്ന സ്ത്രീ ഉണ്ടല്ലോ, നിന്റെ കരം പിടിച്ചു വന്ന സ്ത്രീ ഉണ്ടല്ലോ, അവൾ എന്തുമാത്രം വേദന തിന്നുന്നു എന്ന് നീ അറിയണം.
എല്ലാവർക്കും തോന്നും ഡിവോഴ്സ് എന്ന് പറഞ്ഞ, ഞാൻ പറയും പീരീഡ് ആയ ഒരു വേദനയോ പ്രസവ വേദനയോ ഒന്നുമല്ല ഈ ലോകത്ത് ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വേദന. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ വേദനകൾ തിന്നുന്നത്. മെന്റലി പ്രഷർ, ഫിസിക്കലി പ്രഷർ. ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കൂടെ നിൽക്കുന്നവൾ പറയും, സ്വന്തം അമ്മ പറയും, നിന്റെ അഹങ്കാരമല്ലേ, നീ എന്തിനു ചുമ്മാ ഇതൊക്കെ ചെയ്തു. നമ്മൾ ആരും ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാവുമെന്ന് കണ്ടിട്ടല്ല നമ്മൾ നമ്മുടെ ലൈഫിനകത്ത് കാഴ്ചയോടെടുത്ത് വെക്കുന്നത്. നമുക്ക് നല്ലതെന്ന് ഫസ്റ്റിലെ തോന്നുമെങ്കിലും ചിലപ്പം കുറെ കഴിയുമ്പം അതൊരു പ്രശ്നമായി തീരാം. അതൊക്കെ ഓരോരുത്തരുടെ ലൈഫിന്റെ ഡിപ്പെൻസ് അതനുസരിച്ചിരിക്കും. നല്ല സ്നേഹമുള്ളൊരു ആൾക്കാരെ കിട്ടിയവരെ ഞാൻ ദൈവനാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളൊക്കെ ബ്ലെസ്ഡ് ആണ് കേട്ടോ. നല്ല ഭാര്യ ആയതിനും നല്ല ഭർത്താവായതിനും ഭാര്യയ്ക്ക് കൂടെ നിൽക്കുന്നതിനും. അതുപോലെ എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാമോ? ഈ വഴക്കാണെങ്കിലും ആ സ്ത്രീയുടെ ഇമോഷണൽ ഫീലിങ്സിനെ ടോർച്ചർ ചെയ്യാത്തവരുണ്ട്. അതായത് ഞാൻ മാറി നിൽക്കുകയാണ്, സെപ്പറേറ്റഡ് ആണ്, നീയായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല, ഞാൻ മാറി നിൽക്കുകയാണ്, അവളുടെ എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോട്ടെ, എനിക്കും അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്, അച്ഛനെന്ന നിലയിൽ റൈറ്റ് ഉണ്ട്. പക്ഷേ പിടിച്ചു വെക്കുന്ന ഒരു അഹംഭാവം ഉണ്ടല്ലോ, അത് നിന്റെ വരുതിയിൽ വീഴാനാണെന്നായിരിക്കും നിന്റെ ചിന്ത. പക്ഷേ സമൂഹം അറിയണം, ഗണേശേ നീ എത്ര നാൾ എന്നെ ഇട്ട് നരകിപ്പിച്ചു എന്നുള്ളത്. കേട്ടോ, കരഞ്ഞ രാത്രികളുണ്ട്, നിലവിളിച്ച സമയങ്ങളുണ്ട്. അന്നൊക്കെ നീ പറഞ്ഞു നിന്നെ ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ പൂട്ടിയിടുമെന്ന്. ഒരു ഭാര്യയോട് പറയാൻ കൊള്ളാവുന്ന വർത്താനമാണ്. നിന്റെ കൂടെ കിടന്നവളാണെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ നീ അത് പറയൂ. ഒരു വട്ടമെങ്കിലും അവളുടെ വീട്ടിൽ നിന്ന് അന്നം ഉള്ളവനാണെങ്കിൽ പറയത്തില്ല. കാരണം നമ്മുടെ ഭാര്യമാര് ഭർത്താക്കന്മാരെ ദൈവത്തെ പോലെ കാണണം. ഒരു ഭാര്യയെ കയറിയിട്ട് അധിക്ഷേപിച്ചാൽ ആ സ്ത്രീ ഡൗൺ ആവും, ശരിക്കും ഡൗൺ ആവും. പക്ഷെ അവൾ എത്ര റിക്കവർ ആവുന്നറിയാമോ? ഈ സ്നേഹം എവിടുന്നോ കിട്ടുമ്പോഴാണ്. അവിഹിത ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുവാണോ എന്ന് ചോദിച്ചു വരരുതേ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ ഗ്രഹിക്കണം. ഞാൻ അവിഹിത ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷെ നമ്മുടെ മനുഷ്യ ജീവിതത്തിനകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്, മരണം വരെ നമ്മൾ തേടുന്നത്, എന്നോടൊപ്പം നിൽക്കാൻ ഒരുത്തനുണ്ടോ, ഒരുവളുണ്ടോ, സ്നേഹിക്കാൻ ഒരാളുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനി ആരായിരുന്നാലും നമ്മൾ അവരിലേക്ക്, ഇപ്പം ഈ എന്താ പറയാ, നമുക്കൊരു ചെടി വളരുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ. അതുപോലെ ഒരു വ്യക്തി വേണം, ഒരു പേഴ്സൺ വേണം. അത് ഇല്ലാത്തവിടുത്തെ ശൂന്യതയല്ലേ. ഇപ്പം ദൈവം പറയുന്നത് എന്തുവാ? ആദാമ് തുണയില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ഹവ്വ, അതുകൊണ്ടാണല്ലോ ഹവ്വ കൊടുത്തത്. ഒരു മനുഷ്യന് തുണ വേണം. പക്ഷെ ഈ തുണയെന്ന് പറയുന്നത് എന്താ പറയാ, മറ്റൊരു രീതിയിൽ മരണക്കിണിയാവരുത്. സ്ത്രീയുടെ ജീവിതം വെച്ച് കളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, നിനക്കൊരു സ്ത്രീ അറിയത്തില്ല. പവർഫുൾ ആണ് ഒരു സ്ത്രീ, പുരുഷന്മാരെക്കാളും പവർഫുൾ ആണ്. കാരണം പീരീഡിന്റെ പെയിൻ, പ്രസവത്തിന്റെ ആ സമയം, ഒരു കുഞ്ഞിനെ ഉള്ളിലായിരുന്ന ആ സമയം മുതൽ പ്രസവിക്കുന്ന ആ സമയം വരെ അവൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ചുമ്മാ തള്ളുവന്ന്. നീ ഒരു പെണ്ണാവുമ്പോൾ അത് മനസ്സിലാവും, സത്യമായിട്ടും. ഞാനും പലപ്പോഴും ചിന്തിക്കും, ഈ ഗർഭിണിയൊക്കെ ആവുമ്പോൾ എന്താ പറയാ, സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇച്ചിരി ഇങ്ങനെ കുറെ തുണിയൊക്കെ കെട്ടി ഇങ്ങനെ വെക്കാന്ന്. അപ്പൊ നമ്മളിങ്ങനെ ആക്ട് ചെയ്യും. ഇതൊന്നും ആവണം, ആ റിസ്ക് മനസ്സിലാവണമെങ്കിൽ നീ ഒരു സ്ത്രീ ആവണം. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ വേണ്ട എന്ന് പറയുക, സമൂഹത്തോട് പറയുക, എനിക്ക് അവനെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അവളുടെ സ്വപ്നം മറ്റെന്തുവാ കാര്യം, കണക്ഷൻ കിട്ടുന്നില്ല. ഒരു സ്ത്രീയുടെ സ്വപ്നത്തെ ഛേദിച്ചു കളയുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും ഒരാളും അക്സെപ്റ്റ് ചെയ്യത്തില്ല. സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവർക്കും തോന്നും ഞാൻ അഹങ്കാരിയാണ്, പലരും പറഞ്ഞിട്ടുണ്ട് അഹങ്കാരിയാണ് കേട്ടോ. പക്ഷെ എന്റെ കൂടെ ഇരിക്കുന്ന 5 മിനിറ്റ് ഇരുന്ന് മതി, അവൻ ചിരിച്ചാവും, അതെനിക്കറിയാം. കാരണം എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചപ്പം ചിരിക്കാനും ദേഷ്യപ്പെടാനും കോമഡി പറയാനും ചില അഹങ്കാരവും തന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അഹങ്കാരവും നല്ല രീതിയിലുണ്ട്. എനിക്ക് ആരും എന്നെ ട്രോൾ ചെയ്യാനും എനിക്കൊന്നുമില്ല. എനിക്ക് നല്ല രീതിയിൽ അഹങ്കാരമുണ്ട്. പക്ഷെ ഞാൻ അഹങ്കരിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എന്നോട് ടോർച്ചർ ചെയ്യുന്ന സമയത്ത്. അതെന്റെ അമ്മയായിക്കോട്ടെ, ആരായിക്കോട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങളൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയുടെ ലൈഫ്, സ്ത്രീയുടെ ശരീരത്തെ സ്വന്തം ഭർത്താവ് പോലും ടോർച്ചർ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം നിങ്ങൾ ഒരാളുടെ അടിമപ്പെടേണ്ട ഒരാളല്ല നിങ്ങൾ.
നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യും. ഇപ്പം ചോദിക്കും, ഇവൾ എന്തിനാ ഇങ്ങനെ അധിക്ഷേപിച്ച്, ഇവൾ ഇല്ലാത്ത കഥ പറയുകയാണ് എന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് ഇല്ലാത്ത കഥ പറയാൻ പറ്റത്തില്ല. എനിക്ക് ചുമ്മാ ഇരുന്ന് അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അടിപിടിച്ചു ഇത് പിടിച്ചു. ഞാൻ ഇപ്പൊ ഇത് പറയുന്നത് ഇത് കേൾക്കുന്ന ജനങ്ങൾ അറിയണം, എന്റെ കുഞ്ഞ് ശത്രുവിന്റെ കയ്യിലാണ്, പിടിച്ചു വെച്ചിരിക്കുക, ശരിക്കും പിടിച്ചു വെച്ചിരിക്കുക കേട്ടോ. പിടിച്ചു വെച്ചിട്ട് പറയുന്നത് എന്തോന്നറിയാമോ, ഞാൻ വീട്ടിനകത്ത് ഭയങ്കര പ്രശ്നമാണ്. എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഇവർക്ക് ഇരിക്കാൻ ഒക്കത്തില്ല, നമ്മൾ ആരാധിക്കുമ്പോ ഇരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ജോലിക്കാരി ചോദിച്ചു, മോളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയോട് എന്താ ഇത്ര ദേഷ്യം? ഞാൻ പറഞ്ഞു, അത് അമ്മയോട് ചോദിയില്ലേ. ഒരമ്മ മറ്റൊരമ്മയോട് ചെയ്ത ദ്രോഹം അറിയാമോ? ഒരമ്മയാണെന്നുണ്ടെങ്കിൽ, നല്ല അമ്മമാരെ കിട്ടിയവരെ ഓർത്ത് ഞാൻ സ്തുതിക്കാം, നിന്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർ തള്ളിക്കളയുമ്പോഴും, ഈ സമൂഹം മുഴുവൻ തള്ളിക്കളയുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരു അമ്മയുണ്ടെങ്കിൽ നീ വിജയിക്കും 100%. നിന്റെ കൂടെ ഒരു അമ്മയുടെ തുണ നിനക്കുണ്ടെങ്കിൽ, ഒരു വാക്കുകൊണ്ട് ഒരു സപ്പോർട്ട് നിന്റെ അമ്മ നിനക്ക് തരുന്നുണ്ടെങ്കിൽ നീ വിജയിച്ചിരിക്കും. അത് ഏത് വ്യക്തിയായാലും. കാരണം അമ്മയുടെ പവർ അത്രയുവാ. ഇന്ന് എന്റെ കുഞ്ഞ്, അവനെ ഒന്നും അറിയത്തില്ല, 4.5 വയസ്സേ ഉള്ളൂ. അപ്പൊ അവന് സമൂഹത്തിനകത്ത് ഒന്നും അറിയത്തില്ല. അവനെ ഒന്നും അറിയത്തില്ല. അവന്റെ അച്ഛന്റെ വീട്ടിൽ പോയി അവിടെ ഇരുന്ന് കളിക്കും, അമ്മയുടെ വീട്ടിൽ വന്ന് അവിടെ ഇരുന്ന് കളിക്കും, ചേച്ചിയുടെ അടുത്ത് പോയി അവിടെ ഇരുന്ന് കളിക്കും. അതേ അവനറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്ത കുഞ്ഞല്ല, അവന് ഗ്രാസ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവനുണ്ട്. പക്ഷേ എന്താ പറയാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, എനിക്കൊരു മറ്റ് ബന്ധം കണ്ടെത്തി പോകണമെങ്കിലോ, അല്ലെങ്കിൽ മറ്റൊരാളെ കെട്ടണമെങ്കിലോ, മറ്റൊരാളുടെ കൂടെ ജീവിക്കണമെങ്കിലോ എനിക്ക് ഈ സമയം നോക്കാം. കുഞ്ഞ് പോയിട്ടുണ്ട്, ഇത് നല്ല ടൈമാണ്, ഇത് വെച്ച് എനിക്ക് ജീവിക്കാൻ. എനിക്ക് അങ്ങനെ ജീവിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. എന്നെ പറയുന്നത് പലതും, എനിക്കൊന്നും കിട്ടാനില്ല. എന്റെ കുഞ്ഞ് എന്റെ ജീവനിൽ നിന്ന് ഉടലെടുത്ത, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞല്ലാതെ എനിക്ക് യാതൊന്നും ഈ ലോകത്ത് വേണ്ട. ഇല്ലെങ്കിൽ ഇന്ന് അത്രേ ഉള്ളൂ. ഈ കല്യാണം കഴിക്കുന്നത് വലിയ സംഭവമൊന്നും അല്ലല്ലോ. കല്യാണം കഴിക്കണം, അത് നമ്മുടെ ദൈവം പോലും നമുക്ക് തന്നതാണ്. പക്ഷെ സംഭവം അല്ലെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒരു അണ്ടർസ്റ്റാൻഡ് പേഴ്സണെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ കാര്യം. കല്യാണം എന്നുള്ള ആ പേരങ്ങ് മാറ്റിയിട്ട് എന്നെ മനസ്സിലാക്കുന്ന ഒരുത്തനുണ്ടോ, കല്യാണത്തിന്റെ പേര് നമുക്ക് അങ്ങ് മാറ്റിയാലോ. അല്ലെങ്കിൽ എന്റെ വിശ്വാസ നായകൻ എവിടെ, എന്റെ പ്രാണനാഥൻ എവിടെ? അല്ല, പേര് മാത്രമല്ല കേട്ടോ, പ്രവൃത്തിയിലും കൂടെ വേണം. ഞാൻ പറഞ്ഞു, 4-ാമത്തെ വയസ്സിൽ എനിക്കൊരു ചൈൽഡ് അബ്യൂസ്മെന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് വരെ എന്റെ അമ്മ അതാരാ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, പക്ഷെ എന്റെ അമ്മ ചോദിച്ചിട്ടില്ല. ആ പേര് ഞാൻ ഇപ്പം പറഞ്ഞ എന്റെ കുടുംബം ചിത്തലാവും. എനിക്കറിയാം ആ വ്യക്തി ഒരിക്കലും തല ഉയർത്തത്തില്ല. ആ വ്യക്തിയുടെ സഹോദരനും അമ്മയും അച്ഛനും ഇതുപോലെ അവരുടെ വീടിനടുത്തുള്ള, ഞാൻ ക്ലൂ പറയുമ്പോൾ മനസ്സിലായിക്കോളും, കത്തിക്കോളും, അവരുടെ വീടിനടുത്തുള്ള വീട്ടിലും കുലുക്കം സംഭവിക്കും. ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ഞാൻ ഇപ്പം പറയണമെങ്കിൽ, ഇന്ന് ഈ സമൂഹം മുഴുവനും എനിക്കെതിരായിട്ട് ഒരു വീട്ടിനകത്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഒന്നും കഴിക്കാതെ ടയേർഡാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്താ പറയാ, എവിടെയെങ്കിലും പോയി ഞാൻ അഡ്മിറ്റ് ആവേണ്ടി വരും. അതുപോലെ ഞാൻ ടയേർഡാണ്. പക്ഷെ എന്റെ ദൈവം എന്റെ ബലഹീനതയിൽ നടക്കുക. ഞാൻ ആലോചിക്കും, ഈ കഴിക്കാതിരുന്നിട്ടും ഉറങ്ങാതിരുന്നിട്ടും ഇന്ന് ഇവിടെ ഞാൻ ഇത്ര ശക്തിയോട് നിൽക്കുന്നുണ്ടെങ്കിൽ തമ്പുരാൻ എന്തോ പദ്ധതി ഉള്ളത് കൊണ്ടാണ്, ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടാണ്. ദൈവങ്ങൾ പോലുവേ ഒരമ്മയെ ബഹുമാനിക്കും, അറിയാമോ? ദൈവങ്ങൾ എന്നല്ല, ഞാൻ വിശ്വസിക്കുന്ന എന്റെ കർത്താവ് ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു വേശ്യയായ സ്ത്രീ, ഒരു വ്യഭിചാര കുറ്റത്തിൽ വന്ന സ്ത്രീ കല്ലെറിയാൻ ജനങ്ങൾ നിൽക്കുമ്പോൾ എല്ലാരും പറഞ്ഞു, അവളെ കല്ലെറിഞ്ഞ് കൊല്ലേ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞതുപോലെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലേ എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, ഓക്കെ എന്നല്ല, നിങ്ങൾ ഈ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ. ആരും കല്ലെറിയാൻ വന്നില്ല. കാരണം ആർക്കും കല്ലെറിയാൻ പറ്റത്തില്ല. കാരണം എല്ലാവരുടെ ലൈഫിനകത്തും പാപങ്ങളുണ്ട്. മനസ്സിലായോ? വ്യഭിചാരിക്കുന്നത് മാത്രമല്ല പാപം. നീ ഒരാളെ കുശുമ്പ് കുത്തുന്നതും പാപമാ, ഒരാളുടെ നന്മ മുടക്കുന്നതും പാപമാ, നിന്റെ ഭാര്യയുടെ തൊട്ട് മുതലാക്കി അവിടെ പോയി നീ തിന്നുന്നതും പാപമാ, കുഞ്ഞിനെ പിടിച്ചു വെക്കുന്നത് പാപമാ. കാരണം ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റിനെ ചൂഷണം ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. കാരണം ഞാൻ അനുഭവിക്കുന്ന പെയിൻ എനിക്കറിയാം, എന്റെ ഇന്നർ ഹേർട്ടിനകത്ത്.
ആ സ്ത്രീയെ കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു എന്താ, നിന്നിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ആരും എറിഞ്ഞില്ല. അത് കഴിഞ്ഞപ്പം യേശു കർത്താവ് പറയാണ്, കേൾക്കുന്നുണ്ടോ? യേശു കർത്താവ് പറയാണ്, ഇപ്പോഴേ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. എല്ലാരും ഇപ്പം ഇൻഫോർമേഷനില് റിയെ കാണുന്നില്ല, റിയെ ഒളിച്ചോടി എന്നൊക്കെ ഇപ്പം പറഞ്ഞ് കുറെയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്. അതാ ഞാൻ ലൈവ് വന്നേ. സത്യം പറയാലോ, ഞാൻ ലൈവ് വന്നതിന്റെ കാര്യം എന്റെ സ്വന്തം വീട്ടുകാര് ഞാൻ എങ്ങോട്ടോ പോയെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്താ പോവാൻ കാര്യം? എന്റെ കുഞ്ഞില്ലാത്ത വീട്ടിൽ ഞാൻ വരുത്തില്ല. എന്റെ കുഞ്ഞില്ലാത്ത വീട്ടിൽ എനിക്ക് അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല. ആർക്കു വേണ്ടി? ഇവിടെ ആരുണ്ട് വേറെ എനിക്ക്? എന്റെ മോനല്ലാതെ ആരുണ്ട് ആ വീടിനകത്ത്? ആരും ശൂന്യമായതുപോലെ അവിടെ ആരുമില്ല. മറ്റുള്ളവരെല്ലാം എന്താ എന്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന. എന്റെ അമ്മയെ പോലും കാണുന്ന എനിക്ക് പേടിയാ. കാര്യം എന്താണെന്നറിയാമോ? എന്റെ അമ്മയാണ് ഏറ്റവും കൂടുതൽ എന്നെ നോവിച്ചിട്ടുള്ളത്. ഞാൻ ചോദിക്കുക, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു? കാര്യം ഞാൻ പറയുന്നത്, പെൺകുട്ടികൾ ഭയങ്കര ബോൾഡായിരിക്കണം. നമ്മൾ മറ്റാരെയല്ല നോക്കേണ്ടത്. മറ്റാരും എന്തോ പറഞ്ഞോട്ടെ, ഏത് രീതിയിൽ നമ്മളെ തരം താഴ്ത്തിക്കോട്ടെ, നമ്മൾ കേസ് കൊടുത്ത വക്കീല് നമ്മളെ ചതിച്ചോട്ടെ. അയാളുടെ പേരെന്തുവായിരുന്നു? അനില് വല്ലം. പഞ്ചാര അടിക്കാത്തത് കൊണ്ടാ മറ്റേ കശിയുടെ കൂടെ നിൽക്കുന്നതെന്ന് അറിയാം. നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ട്. എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എന്റെ വക്കീല് പറയുകയാണ്, നീ കൊച്ചിനെ എടുത്തോണ്ട് പോ, കൊണ്ടുപോയി. ഞാൻ കുഞ്ഞിനെ കിട്ടുന്നത് വരെ ഇവിടെ ഇരിക്കും ഞാൻ അടുത്ത ലൈവ് വരും എന്റെ കുഞ്ഞുമായിട്ട്. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞുമായിട്ട് ഞാൻ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, ഈ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോവാൻ എന്താണ് അവകാശം? എന്നിട്ട് മറ്റൊരു ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ എനിക്കൊരു ചൈൽഡ് അബ്യൂസ്മെന്റ് ഉണ്ടായെന്ന്. അവന്റെ സഹോദരൻ പറയുകയാണേ, കുഞ്ഞിനെ ജസ്റ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കും, ലേബർ റൂമിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ട് പൊതിഞ്ഞു കെട്ടി അകത്ത് കൊണ്ടുപോകുന്ന പോലെ ഗണേശ് അങ്ങ് കൊണ്ടുപോകുന്നു. ഈ 5 വർഷം ചെലവിന് കൊടുത്ത ഗണേശ് ആണോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ ചെലവിന് കൊടുത്തത്? ഒരിക്കലും അല്ല. അന്ന് തൊട്ട് ആ കുഞ്ഞിനെ മനസ്സിലാക്കി ഇത്രയും ഒരു സുന്ദര കുഞ്ഞാക്കി മാറ്റിയത് ഞാനും എന്റെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് കേട്ടോ. കാരണം എനിക്കറിയാം എന്റെ കുഞ്ഞിനെയും തകർക്കാൻ പലതും എന്റെ അമ്മായിയമ്മ കരുഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇനിയും ഞാൻ ടെസ്റ്റ് മണി ആയിട്ട് എന്റെ ഓരോ കാര്യങ്ങളും ഞാൻ കർത്താവിൽ ഞാൻ എങ്ങനെ ബലപ്പെട്ടു, കർത്താവിനെ ഞാൻ എങ്ങനെ അറിഞ്ഞു, ഞാൻ എങ്ങനെ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ഇനി വരുന്നുണ്ട് വീഡിയോസ്. അതിനകത്ത് എല്ലാ അനുഭവങ്ങളും പറയും. കാരണം നമ്മൾ അനുഭവങ്ങൾ പറയാതെ നമ്മൾ സാക്ഷ്യത്തിലെത്തത്തില്ല. അപ്പൊ ഞാനൊരു വേദനയിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പറയണം. എന്റെ ലൈഫിൽ ഞാൻ എന്തിനാ മറച്ചു വെക്കുന്നത്? ജോയ്സ് മേയർ എല്ലാം മറച്ചു വെക്കുന്നുണ്ടോ? എന്റെ ലൈഫിനകത്തുള്ള ഏറ്റവും വലിയ ശുശ്രൂഷയാണല്ലോ, ലേഡീസ് ശുശ്രൂഷകയാണല്ലോ. അവരത് പറയുന്നില്ല, അവരുടെ ലൈഫിനകത്ത് ഉണ്ടായ ട്രാജഡികള്, ഇൻസിഡൻസ്. കാരണം അതിലാണല്ലോ അവരിന്നൊരു ആ പവർഫുൾ ലേഡി ആയിട്ട് നിൽക്കുന്നത്. എന്റെ കുഞ്ഞിനെ ഈ ലൈവിലൂടെ ഇന്ന് തരൂ എന്നല്ല പറയുന്നത്, പൊതുസമൂഹം ഇതറിയണം. ഞാന് മറ്റൊരു കുഞ്ഞിനെ ഞാൻ ക്യാരി ചെയ്ത സമയത്ത് എന്റെ സഹോദരി കാനറ ബാങ്കിൽ മാനേജറാണ്. മാനേജർ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പൊസിഷനാ. ശരിയാ, ഞാൻ വെറും പുല്ലാണ്. കാര്യം എനിക്ക് ജോലി ഇല്ലല്ലോ. അതിനെക്കാട്ടി വലിയൊരു ജോലി ഉണ്ട്. മറ്റുള്ളവരെ എൻകറേജ് ചെയ്തെടുക്കുന്ന ഒരു ജോലിയുണ്ട്. അത് ഈ കാനറ ബാങ്കിലെ മാനേജറിന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. നാളെ വിട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്താ ഈ അണ്ണം വരുന്നേ? ഞങ്ങളുടെ കാറിലെ ഡ്രൈവറാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു സ്ത്രീയും ഇത് അനുഭവിക്കരുത്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്, എന്ന് വരുമോ റിയ? ഞാൻ ചോദിച്ചു, എന്തു അണ്ണ, പൈസയുടെ ആവശ്യമുണ്ടോ എന്തേലും? ഞാൻ പറഞ്ഞു, ഞാൻ സന്തോഷിച്ചു. എനിക്ക് വേണ്ടി പൈസ കരുതുന്നു, എത്ര രൂപ വേണേലും ഞാൻ ഇറക്കാം, കുഞ്ഞിനെ എനിക്ക് ഇല്ലാതാക്കണം. മേഡം പറഞ്ഞിട്ടുണ്ട്. മേഡം എന്തോ ആയിക്കോട്ടെ. അന്ന് എനിക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രതികരിക്കുന്നത്. അന്ന് ഞാൻ ലോക്കായിരുന്നു, ശരിക്കും ലോക്കായിരുന്നു. എനിക്ക് വന്നൊന്നും പറയാനും ഒക്കത്തില്ല, ഒരു രീതിയിലും പറ്റത്തില്ലായിരുന്നു. അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി 10 സ്റ്റെപ്പ് നീ മേളോട്ട് ഓടണം, 10 സ്റ്റെപ്പ് നീ താഴോട്ട് ചാടണം. പറച്ചിൽ കേട്ടാ തോന്നി ഇവൻ 10 സ്റ്റെപ്പ് ചാടിയിട്ടാ എനിക്ക് കുഞ്ഞുണ്ടായെന്ന പറച്ചിൽ കേട്ടാ തോന്നിട്ടുള്ളൂ. 10 സ്റ്റെപ്പ് നീ മുകളിലോട്ട് ഇങ്ങനെ കയറിയിട്ട് 10 സ്റ്റെപ്പ് നീ താഴെ ഇറങ്ങിയാ ഈ സംഭവം അങ്ങ് തീരുവന്നേ. ഇവനെ ഭർത്താവായിട്ട് ഞാൻ വെക്കണോ? സമൂഹം പറ, ഇവനെ ഭർത്താവായിട്ട് ഞാൻ വെക്കണോ? ഇതിനെക്കാട്ടി ഭേദം വഴിയിലിരിക്കുന്ന പിച്ചക്കാരനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നതാ. എനിക്ക് പുണ്യം കിട്ടും. അന്ന്
എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആരോഗ്യപരമായിട്ട് സ്റ്റേബിൾ അല്ലായിരുന്നു, ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലായിരുന്നു, ഒരു രീതിയിൽ ഞാൻ സ്റ്റേബിൾ അല്ല. അപ്പോൾ എനിക്ക് അതിനകത്ത് അകപ്പെടേണ്ടി വന്നു. ഇതിനകത്ത് അത് പലർക്കും അറിയാം. എന്റെ കൂടെ ബ്രിജിത ആന്റി കേൾക്കുന്നുണ്ടോ? ആന്റിക്ക് അറിയാലോ അന്ന് ഞാൻ കരഞ്ഞതും ആന്റി എന്നെ എൻകറേജ് ചെയ്തും മോളെ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ കരം പിടിച്ചതും, ഞാൻ അവിടെ ചർച്ചിനകത്ത് വന്ന് ഞാൻ കുഴഞ്ഞു വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും, പാസ്റ്റർ എന്നോട് ചോദിക്കുന്നു നീ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ട് ഇരിക്കുവാണോ എന്ന് ചോദിക്കുന്നതും, നിങ്ങൾ എന്നെ പൊക്കിയെടുത്തതും ഒക്കെ നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം എന്റെ അനുഭവം. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ പുറത്തു വന്നത്. അന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ദൈവം നടത്തി കേട്ടോ. പക്ഷെ ഞാൻ പിന്നെയും ജീവിച്ചു വന്നു. ഒരു കുഞ്ഞിനെ വയറ്റി വെച്ച് ഇല്ലാതാക്കി, ജീവനോടുള്ള കുഞ്ഞിനെ ഇനി തന്നൂടെ? പൊന്നുപോലെ നോക്കിക്കോളാം. ഞാൻ പൊന്നുപോലെ നോക്കിയത്. ഇനിയുള്ള കാലവും എന്റെ കുഞ്ഞിനെ എന്റെ കൂടെ നിർത്തി ഞാൻ വളർത്തും, 100% വളർത്തും. ഈ പിടിച്ചു വെക്കുന്നവരുണ്ടല്ലോ, ഇവർക്ക് എന്നെ തകർക്കണമെന്നുള്ള ലക്ഷ്യം കൊണ്ടാ പിടിച്ചു വെക്കുന്നത്. ഇല്ലെങ്കിൽ അവർക്ക് വേറെ എന്ത് വേണേലും ചെയ്തുകൂടെ? ഈ കുഞ്ഞിനെ ലക്ഷ്യമിടണമെങ്കിൽ അതല്ലേ. ഇപ്പൊ ലൈവിനകത്ത് കയറി വന്ന് വേണമെങ്കിൽ പറ, എന്റെ അമ്മയൊക്കെ കൂടെ പ്രതികരിക്കുക. കാണുന്നുണ്ട്, കാരണം എന്റെ വീട് ഇളകിയിരിക്കുക. എന്നെ കാണുന്നില്ല. ഞാൻ ആരെയോ കൂടെ പോയി, ആരെയും കൂടെ പോയിട്ടില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇരിക്കുന്നത് ഒരു ചെടിയാണ്. ഇവിടെ അതൊന്നും കാണിക്കുന്നില്ല. കാണിച്ചു കഴിഞ്ഞാൽ എന്നെ കൂടി ഫോണിലേക്ക് കൊണ്ടുപോകും. പ്രശ്നമില്ല. അറിയാനുള്ളത് മുഴുവൻ ഇത്രയും പേരെങ്കിലും അറിഞ്ഞല്ലോ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നു. എനിക്ക് നല്ല ധൈര്യമുണ്ട്. എനിക്ക് നല്ല ധൈര്യമുണ്ട്. കാരണം ഞാനൊരു അമ്മയാണ്. ഈ പറയുന്ന രാജുഗോപാലനൊക്കെ ഇതൊന്ന് കേൾക്കണം കേട്ടോ. രാജഗോപാല, നിങ്ങളുടെയൊക്കെ രക്തത്തിനകത്ത് വന്നൊരു വ്യക്തി തന്നെ ഞാൻ കേട്ടോ. ഞാനൊരു അമ്മയാണ് രാജഗോപാല. ഞാൻ ചോദിക്കുന്നത് എന്റെ അവകാശത്തെയാണ്. ആരാന്നറിയാമോ? എന്റെ ബ്രദറാണ്. അല്ലെ, ഈ ബ്രദർമാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിനക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ കൂടെ നിൽക്കണം, മരണം വരെ നീ കൂടെ നിൽക്കണം കേട്ടോ രാജഗോപാല. ഞാൻ കരയത്തില്ല, കാരണം കരയാൻ കണ്ണുനീരില്ല. ഇന്നലെ രാത്രി മൊത്തം കരഞ്ഞു തീർത്തു. എനിക്കറിയാം സാബു പാസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ, സാബു ജോസഫ് എന്ന് പറയുന്ന പാസ്റ്റർ ഇന്നലെ 3 മണിക്ക് ഞാൻ വിളിച്ചായിരുന്നു. പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, എനിക്ക് തീരെ വയ്യ. ജിതിൻ പാസ്റ്ററിനോട് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു ലൈവ് കാണുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രേസിനോട് പറഞ്ഞായിരുന്നു, ട്രേസ് പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് അറിയാമോ? എന്റെ അവകാശത്തെ ഞാൻ ചോദിക്കുന്നു, എന്റെ അധികാരത്തെ ഞാൻ ചോദിക്കുന്നു. ശരി, ഇനി നിങ്ങൾ പറഞ്ഞോ, ഞാൻ ഏതെങ്കിലും തരത്തിലൊരു പെണ്ണാണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞിനെ എനിക്ക് മറക്കാൻ പറ്റും? ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. സമൂഹം പറഞ്ഞാലുവേ തെളിയുന്നൊരു സമയം വരും. തെളിയുന്നതും തെളിയിക്കപ്പെടുന്ന ഒരു സമയം വരും. ഞാൻ ചോദിട്ടെ, ഞാനിപ്പം പ്രതികരിക്കാതെ മിണ്ടാതെ ഇരുന്നാൽ എന്റെ വീട്ടുകാരെന്നെ അടിച്ചുകൊല്ലും. അതാണ് ഞാൻ വീട്ടിൽ പോകാതെ ഇവിടെ ഇരിക്കുന്നത്. കാരണം എന്റെ ഒരു സഹോദരൻ ഈ ദിവസം എന്നെ കയർത്തു, എന്റെ അടുത്തേക്ക് വന്നു, എന്നെ അടിക്കാൻ വന്നു. അപ്പം പല തന്ത്രങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. എന്റെ അമ്മയാണ് ഈ ഡ്രാമ കളിയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ എന്റെ അമ്മ പറയാണ്, ഇപ്പൊ ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരും, നീ ഇനി വന്നാൽ മതി. കാരണം ഇവർക്ക് പേടി ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടി പോയതാണ്. ഒളിച്ചോടി പോകാനായിരുന്നെങ്കിൽ എന്നേ ഒളിച്ചോടി പോവായിരുന്നു. ഒളിച്ചോടി പോകത്തില്ല. ഇപ്പൊന്ന് ഡിവോഴ്സ് ആവട്ടെ, അന്തസ്സായിട്ട് ഒരുത്തനെ കെട്ടി ഞാൻ കാണിച്ചു തരാം. വെല്ലുവിളിക്കുക കേട്ടോ, സത്യമായിട്ട് വെല്ലുവിളിക്കുക. ഒളിച്ചോടാനായിരുന്നു എന്നേ ഒളിച്ചോടാം, സമയം കഴിഞ്ഞു. വെല്ലുവിളിക്കുകയല്ല, ഞാൻ പറയാണ്. ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പറയാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്റെ ലൈഫിനെ സുന്ദരമാക്കുന്ന, എന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തം വന്നാൽ ഞാൻ കെട്ടും. അതെന്റെ റൈറ്റ് ആണ്. കാരണം ഇത്രയും സമൂഹം എന്റെ കൂടെ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുകയല്ലേ. എന്റെ കരം പിടിക്കാൻ ഒരുത്തം വരുന്നതിൽ ആർക്കെങ്കിലും കുശുമ്പുണ്ടോ? കുശുമ്പുണ്ടെങ്കിൽ കുശുമ്പുണ്ടെന്ന് പറയാം. ഞാൻ ചിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ കരയുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? എന്റെ കുഞ്ഞ് എന്റെ കൂടെ ഉള്ളപ്പം ഞാൻ ചിരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? അവൻ ഇല്ല, ഞാൻ കരഞ്ഞു തളർന്ന് വീഴുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഞാൻ ഇത്രയും പറയാൻ കാര്യമായി. എനിക്ക് ഇരിക്കാപ്പുറതിയില്ല. ഞാൻ ഇരിക്കുന്നില്ല ഒരിടത്ത്. ഇന്നലെ രാത്രി തൊട്ട് എന്റെ അമ്മ കേൾക്കുന്നുണ്ടെങ്കിൽ കേട്ടോണം. അപ്പുറത്തെ മുറി വരെ ചിലപ്പം കരച്ചിൽ നിങ്ങൾ കേട്ട് കാണും. ഞാൻ അത്രയും ഞാൻ കെഞ്ചി പറഞ്ഞു, തളർന്നു വീണ് ഞാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോകാം. അപ്പൊ എന്റെ അമ്മ പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ,
ചോദിക്കും, എങ്ങനെ ഈ വീട്ടുകാരുടെ മുന്നിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് എങ്ങനെ ഇങ്ങനെ പറയുന്നെന്ന് ചിന്തിക്കും. എന്തിനാ ഈ കാര്യമൊക്കെ പുറത്തു വിടുന്നെന്ന് ചിന്തിക്കും. നിങ്ങൾ അറിയണം, ഞാൻ ആത്മഹത്യ ചെയ്ത എന്റെ പേര് വരും, റിയ രവി ആത്മഹത്യ ചെയ്തു, 24 വയസ്സ്, മാനസിക രോഗമായിരുന്നു. അല്ലെങ്കിൽ പറയും അഹങ്കാരം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ആരെയോ കൂടെ പോയി ആത്മഹത്യ ചെയ്തു. അല്ല, തെറ്റിദ്ധാരണകളെ മാറ്റണമെങ്കിൽ നമ്മൾ വാതൊന്ന് സംസാരിക്കണം. ആർക്കും ചോദിക്കാനൊന്നും വയ്യല്ലോ, ആർക്കും ചോദിക്കാനൊന്നും വയ്യ. എന്നാ മോളെ, എന്താ നിന്റെ പ്രശ്നം? നിനക്ക് അവനെ വേണ്ടേ? നീ കള. കാര്യം നിനക്ക് ഇത്രയൊക്കെ അനുഭവിച്ചില്ലേ. ചുമ്മാ കളയാൻ പറയത്തില്ല കേട്ടോ. സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ നിന്റെ അഹങ്കാരമായിരിക്കും. ഞാൻ ഒരിക്കലും, എന്നെ സംബന്ധിച്ച് ഞാൻ ആരും ദ്രോഹിക്കാൻ പോകുന്നില്ല. എല്ലാം അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷെ എപ്പോഴാണോ ഇതിന്റെ കാഠിന്യം കൂടിയത്, അപ്പൊ ഞാൻ ആ ലൈഫിനകത്ത് നിന്ന് ഞാൻ പുറത്തിറങ്ങി. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഗണേശൻ, നീ ഇനിയും എനിക്കെതിരെ നീ കൈ പൊക്കിയാൽ ശരിക്കും പീഡന കേസിന് ഞാൻ അകത്താക്കും. കാര്യം ഞാൻ വെറുതെ പറയുമല്ല. നിന്റെ ഭാര്യ ആയിരുന്നു. പക്ഷെ നിനക്ക് പീഡിപ്പിക്കാനും തട്ടാനും ഉള്ളതല്ല ഞാൻ, കേട്ടോ. ഞാനേ ഒരു മനസ്സിനുടമയാണ്, നല്ലൊരു മനസ്സിനുടമയാണ്. ഞാനത് നല്ല രീതിയിൽ തന്നെ പറയും. എനിക്കത് പറയുന്നതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ എത്ര പേര് കണ്ടു കേട്ടു എന്ന് എനിക്ക് അറിയത്തില്ല. ലൈവ് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ തെളിവ് വേണം. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും തെളിവ് വേണം. ഇന്ന് രാത്രിയില് ഇനി എന്നും എന്റെ കുഞ്ഞിനെ കിട്ടുന്നു അതുവരെ ഞാൻ ഇവിടെ ഇരിക്കും. കാരണം എന്റെ നിയമം കൊല്ലത്തെ ചൈൽഡ് ലൈനിൽ നിന്നും കുഞ്ഞിനെ എല്ലാ ദിവസവും എന്റെ കയ്യിലും ഒരൊറ്റ ദിവസം മാത്രം ഹസ്ബൻഡിന്റെ കയ്യിലും വെച്ചാൽ മതി എന്ന് നിയമം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു പ്രയറിന് പോയി, എന്റെ സഹോദരങ്ങളെ 2 ദിവസം പ്രയറിന് പോയി. മറ്റൊരാളുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ പോകുന്നത്. അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് എന്റെ അമ്മ പറയുന്നത് ഞാൻ പാസ്റ്ററുടെ കൂടെ ഒളിച്ചോടി. എന്റെ അമ്മ സത്യം പറഞ്ഞ സമ്മതിക്കണം. സ്വന്തം അമ്മയെ ഞാനന്ന് നമസ്കരിക്കോ, നീ കാല് വീഴുവോ, കരഞ്ഞു പറഞ്ഞിട്ടും എന്റെ കുഞ്ഞിനെ പിടിച്ചു വെച്ചു. ഞാൻ അറിയാതെ എന്റെ വക്കീലിന്റെ അടുത്ത് ചെന്നിരുന്ന് അവന്റെ കൈ കൊടുത്തു വിടാൻ പറഞ്ഞു. ഉറങ്ങിക്കിടന്നിരുന്ന എന്റെ അടുത്ത് നിന്നും നിങ്ങൾ മാറ്റി. എന്റെ അമ്മയെ നിങ്ങൾ പ്രസവിച്ചത് ശരിക്കും വേദനിച്ചിട്ട് തന്നെയാണോ? ഞാൻ ചോദിക്കുക. ഇന്ന് ഞാൻ തകർന്ന ഈ രാത്രിയിൽ ഞാൻ പറയുക, ഞാൻ എവിടെ ഇരിക്കുന്നെന്ന് ആർക്കും അറിയത്തില്ല. എന്റെ വീടിപ്പം ഭയങ്കര ബോംബ് പൊട്ടുക. ഞാൻ എവിടെയോ പോയെന്നും പറഞ്ഞ് എന്റെ അമ്മ ഭയങ്കര വിഷയങ്ങൾ ഉണ്ടാക്കി. ആൾക്കാരെ വിളിച്ച് എന്നും പറയുന്നുണ്ട്, ഇവരെന്നെ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ വേണ്ട പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, റിയ നീ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പൊയ്ക്കോ എന്ന് പറയും. ഒരാളെ കുറിച്ച് അധിക്ഷേപിക്കുമ്പോൾ കാര്യം ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ സ്ത്രീ അങ്ങനെ അവഹേളിച്ച് കളയരുത് ഈ സമൂഹത്തിനകത്ത്. ഒരു സ്ത്രീ അമ്മയാണ്. അമ്മയുടെ വാക്ക് പറയാൻ കഴിയത്തില്ല ചിലരെ. ഞാൻ അത്ര വേദനിച്ചതുകൊണ്ടായി പറയുന്നത്. വളഞ്ഞു കെട്ടി എല്ലാരും കൂടെ ആക്രമിച്ചേ. എന്റെ ഹസ്ബൻഡ് ഞാൻ താമസിച്ച വീടിനകത്ത് വന്ന് ഇവിടെ ഒരു പാടുണ്ട്, അത് വാങ്ങി പോയെന്ന് തോന്നുന്നു. പല കട്ടിലും അടിച്ചു പൊട്ടിച്ചെന്നവൻ. പൊട്ടിയില്ല കേട്ടോ, ദൈവകൃപയാലും. ഭയങ്കര പ്രശ്നമായിരുന്നു. നടുവിനടിക്കുന്നു, ഓടടിക്കുന്നു. എന്റെ സഹോദരൻ കൂടെ ഉണ്ട്. നോക്കി നിന്ന നാട്ടുകാർ, നോക്കി നിന്ന നിയമങ്ങൾ, നിയമപാലകർ കരഞ്ഞു പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന്. നാളെ വിളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വിളിപ്പിക്കാത്ത കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെ നല്ല സാറുമാർക്കായി ഞാൻ ഇന്ന് അവരെ സ്തുതിക്കുക. അവരെയൊന്ന് സ്തുതിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം കൂടെ പോകും. വേണ്ട. ഒരു സ്ത്രീ ഇന്ന് സംരക്ഷണത്തിലാണ് കേരളത്തിൽ, ഇന്ത്യയിൽ. സ്വന്തം വീട്ടിൽ അവൾ സുരക്ഷിതത്വത്തിലാണോ? ഒരു ഭർത്താവിൽ അവൾ പ്രൊട്ടക്ഷനിലാണോ? ഒരു അമ്മ എന്ന ഇമോഷണൽ കെയറിങ്ങിനകത്ത് ആ സ്ത്രീ എന്തുമാത്രം അനുഭവിക്കുന്നു? എനിക്ക് വേണമെങ്കിൽ എന്റെ കുഞ്ഞിനെ ചോദിക്കായിരുന്നൂടെ? നെഞ്ചു പൊട്ടിയായിരിക്കുന്നത് സത്യം. ഞാൻ ഇതുപോലൊരു ലൈവ് വരണമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. എന്റെ നെഞ്ച് കലങ്ങിയാണ് ഇരിക്കുന്നത്. 2 പ്രാവശ്യം ഇന്ന് ഞാനത് പറയുന്നില്ല. സൂയിസൈഡിന്റെ കാര്യമല്ല, എന്റെ വീക്കായി ബോഡി. സത്യമാണ് പറയുന്നത്. എന്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞു, എന്റെ ബോഡി വീക്കാണ്, എന്റെ കുഞ്ഞിനെ പെട്ടെന്ന് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞു. എന്നെ അത്ര പ്രലോഭിപ്പിക്കുക. ഞാനൊരു അമ്മയല്ലേ ഞാൻ ചോദിക്കുന്നത്. എന്റെ അമ്മയോട് ഞാൻ ചോദിക്കുക, ഞാനൊരു അമ്മയാണ്. അമ്മ അത് മനസ്സിലാക്ക്. അമ്മയും കണ്ടിട്ടില്ലേ ഞാൻ അനുഭവിച്ച വേദന? അതെങ്ങനെയാ പ്രസവിച്ച് കിടന്നപ്പോൾ കിടന്ന് ഉറങ്ങുമല്ലായിരുന്നു 24 മണിക്കൂർ. ഒരു വാക്കുകൊണ്ട് എന്നെ താങ്ങിയിട്ടുണ്ട്. എനിക്ക് വേണ്ട, എനിക്ക് ആരുടെയും ഒന്നും വേണ്ട. എന്റെ കൂടെ ദൈവമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയുന്നത്,
എന്നെ അതിനകത്താക്കി പല കൂട്ടുകെട്ടുകളും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സഹോദരന്മാരും എല്ലാരും കൂടെ. അത് പൊളിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് എവിടാന്ന് ആർക്കും അറിയത്തില്ല. ഞാൻ ഇത് വന്നതിന്റെ കാര്യം, ചിലപ്പം ചില വിവരം സുഭാഷ് മണിയനെ പോലുള്ള ഒരു പോസ്റ്റ് ഇടും, ഒളിച്ചോടി കളഞ്ഞെന്നും അവിടെ പോയിന്ന് ഇവിടെ പോയിന്നും ഒക്കെ. അതുകൊണ്ട് പച്ചയ്ക്കാണ് വന്നേ. പിന്നെയും കാണിക്കോ? ഇവിടെ നിന്ന് കാണിച്ച് ശരിയാവത്തില്ല, ടെററാ. കുഞ്ഞിനെ കിട്ടുന്നവരിവിടെ ഇരിക്കും. എന്റെ അമ്മയാണ് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയെങ്കിൽ എന്റെ അമ്മ എന്റെ അരികിൽ എന്റെ കുഞ്ഞിനെ കൊണ്ടുവരണം. ഞാൻ എന്റെ കുഞ്ഞിനെ മർദ്ദിച്ചിട്ടില്ല, എന്റെ കുഞ്ഞിനെ അടിച്ചിട്ടില്ല. അവര് പറയുന്നത് ഞാൻ എന്റെ അമ്മയെ മർദ്ദിച്ചു, അത് കണ്ട് പേടിച്ചെന്ന്. എന്റെ അമ്മയെ ഞാൻ മർദ്ദിച്ചിട്ടില്ല. എന്റെ അമ്മ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ ലൈവ് ഇടും. ഞാൻ കൈ കൊണ്ട് അവരെ തൊട്ടിട്ടില്ല. പിന്നെ ഒരു കാര്യം, അവരെന്നോട് ഒരു മകളോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞപ്പോൾ എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു. പക്ഷെ എനിക്ക് നമ്മൾ കേൾക്കുന്ന എങ്ങനെ കേട്ടിരിക്കും. വെള്ളം ഒഴിച്ചപ്പോ ഈ ഗ്ലാസും കൂടെ അബദ്ധം വെച്ച് അങ്ങ് പോയി. എന്റെ അമ്മ ഇതങ്ങ് കിട്ടാനിരുന്ന മുതലെടുത്ത് റിയോ ഉപദ്രവിച്ചു, കൈകൊണ്ട് ഇടിച്ചെന്ന്. എന്റെ കൈ കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഇതല്ല എന്റെ അപ്പുറം കിട്ടിയാനെ. അത് കിട്ടിയാനൊക്കെ ഉണ്ട്. ഒന്നും എനിക്ക് വിഷയമല്ല. എന്റെ വിഷയം എന്റെ കുഞ്ഞാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്റെ കുഞ്ഞിനെ കിട്ടുന്നത് വരെ ഞാൻ പൊരുതും. ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ കൂടെ ആരുമില്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ ദൈവം എന്റെ കൂടെ കാണും. സോ എന്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സബിൻ ബ്രദറും നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉള്ളതുപോലെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും കൊട്ടാരക്കരയിലെ പോലീസ് സ്റ്റേഷൻ എന്നോട് നീതി പാലിക്കണം. കാര്യം മറ്റാൾക്കാർ പറയുന്നത് കേൾക്കാതെ ഞാൻ ആ വീടിനകത്ത് അനുഭവിച്ചത് നിങ്ങൾ ഒരു നിമിഷം, അവിടുത്തെ CI സാറുണ്ട്, SI സാറുണ്ട്, ഒരു നിമിഷം എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് മോളെ എന്താണ് കാര്യങ്ങൾ ഒന്ന് പറ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇന്ന് ഹൃദയം തകർന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കത്തില്ലായിരുന്നു. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ വിശ്വസിക്കൂ. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് കർത്താവ് തരും മോളെ. ബ്രദറെ, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ്, നിങ്ങളുടെ സ്നേഹമാണ് എന്റെ ലൈഫ് എന്നെ ഇങ്ങനെ ആക്കിയത്. സത്യം ഞാൻ പറയാണ്. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന. എന്റെ കുഞ്ഞു പോയെന്നറിഞ്ഞപ്പോ നെഞ്ചത്ത് കൈവച്ച ഒരു ആന്റി ഉണ്ട്, സോഫി ആന്റി. എപ്പോഴും വിളിക്കോ, മോളെ എന്തായി മോളെ, നീ വിട്ടുകൊടുക്കരുത്, നിന്റെ കുഞ്ഞാണവൻ. ആ സ്നേഹം പോലും എന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഒരുപാട് വിഷമത്തിലാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞത്, അണിയറയിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ, നിയമപാലകർ എല്ലാം ഒരമ്മയെ തകർക്കുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ മാത്രം മതി എന്റെ കൂടെ എന്റെ കുഞ്ഞിനെ എന്റെ കരങ്ങളിൽ എത്തിക്കാൻ. കാര്യം ചെയ്യാത്ത കാര്യത്തിന് ഞാൻ കേട്ടു, പ്രാർത്ഥനയ്ക്ക് പോയതിന് ഞാൻ കേട്ടു. ഇതെല്ലാം കേട്ടിട്ടും മിണ്ടാതെ ഇരുന്നു. അവസാനം ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് വിഷമം വന്നു, ഞാൻ ഇമോഷണലി പൊട്ടി. കൂടെ ചെയ്ത ഈ ഒരു കാര്യത്തെ നിങ്ങൾ ഇമോഷണൽ ഫീലിങ്സ് ആണ് നോക്കേണ്ടത്. കാരണം ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല, മിനിഞ്ഞാന്ന് ഉറങ്ങിയിട്ടില്ല. എന്റെ ഫ്രണ്ട് വരെ എന്നെ വിളിച്ചു ചോദിക്കാൻ, നിന്നെ ഓൺലൈനിൽ കാണുന്ന എന്തോ ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്നേ, ഉറങ്ങ്. ദർശൻ കേൾക്കുന്നുണ്ടോ? ഞാൻ ഉറങ്ങിയിട്ടില്ല. തകർന്ന് തരിപ്പണമായി നിലമ്പാട് വീണ് കരഞ്ഞു. പക്ഷെ ഒരു മനുഷ്യനും എനിക്ക് വേണ്ടി ഒരു വാക്കുകൊണ്ട് പോലും ചോദിക്കാൻ വന്നിട്ടില്ല. പക്ഷെ എന്റെ ദൈവമുണ്ട് കേട്ടോ, ദൈവമുണ്ട്. അതാണ് എനിക്ക് ഇനി ലൈവ് എടുക്കാൻ കഴിഞ്ഞത്. ഒരുപാട് നാൾ ഒരിക്കലും എന്റെ കാര്യം പുറത്തു പറയാനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷെ ഒരു സ്ത്രീ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ഡിവോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ അനുഭവിക്കുന്ന ദുരിതത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും എന്റെ സഹോദരി, കാനറ ബാങ്കിലെ കുമ്പത്തെ മാനേജർ, നീതി പാലിക്കണം എന്നോട്. നിന്റെ സഹോദരിയാണ് ഞാൻ. എന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നൊരു കുഞ്ഞു മോളാണ് ഞാൻ. എന്റെ ബ്രദർമാരൊന്ന് കേൾക്കണം. നിങ്ങൾ വെക്കുന്ന ഗണേശ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. പക്ഷെ എനിക്കതൊന്നും വിഷയമല്ല. എനിക്ക് വേണ്ടുന്നത് എന്റെ കുഞ്ഞിനെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടുന്നത് വരെ ഇവിടെ തന്നെ ഞാൻ കാണും. സത്യമായിട്ടും എന്റെ വീട്ടില്, എന്റെ കുഞ്ഞില്ലാത്ത വീട്ടില്, എന്റെ കൂടെ എന്റെ കുഞ്ഞില്ലാത്ത എന്റെ കൂടെ അത്രയും നേരം, അല്ലെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ അവർ കണക്ഷൻ ഉണ്ടല്ലോ. ഉറങ്ങുമ്പോ എനിക്ക് പറ്റുന്നില്ല. ഞാൻ തകർന്ന ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ. അപ്പം മഴ നനഞ്ഞ് ഇറങ്ങുന്നേ. അപ്പം എന്റെ വീട്ടിലിപ്പോ ഒരു താത്ത വന്നിട്ടുണ്ട്. താത്ത പറയാ, മോളെ കൊട പിടിച്ചു പോവാ. ഈ താത്തക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ, നിർത്തൂ അമ്മേ, നിർത്തൂ എന്ന് പറഞ്ഞൂടെ.
എന്നിട്ട് താത്തയും അമ്മയും കൂടെ ഡ്രാമ കളിക്കുക. ആ കൊച്ചിനെ വിളിക്കാൻ പോയെന്ന് പറ. ഫോണിൽ കൂടെ കേട്ട് ഞാൻ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നേ. ആ പൊന്നുമോനെ എനിക്ക് താ, ഞാൻ പ്രസവിച്ചതാ, ഞാനേ ഒരു കേടും വരാതെ പ്രസവിച്ചതാ, ഞാൻ പൊന്നു പോലെ നോക്കി എന്റെ കുഞ്ഞാ, ഇല്ലെങ്കിൽ എന്നെ അറിയാവുന്നവരോട് നിങ്ങൾ പേഴ്സണലി വിളിച്ച് ചോദ്യര്. എന്റെ അമ്മ പറയത്തില്ല ഞാൻ എന്റെ കുഞ്ഞിനെ നോക്കത്തില്ല.